ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ KTU S6 BTechന്റെ കോംപ്രിഹെൻസീവ് കോഴ്സിൻ്റെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലുള്ള തിയറി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 4 ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ആദ്യത്തെ ലൈനില്ലേ, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോയിൽ ക്ലാസിഫിക്കേഷൻ വരെയാണ് നോക്കാൻ പോകുന്നത്. ആ തിയറി പാർട്ട് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ജിയോടെക്നിക്കലിൽ നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് 2023 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ സോയിൽ ഡെഫിനിഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ 3 phase സിസ്റ്റം ആണ്. അപ്പം ആദ്യം സോയിൽ എന്ന് വെച്ചാൽ എന്തുവാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോയിൽ എന്ന് വെച്ചാൽ എന്തുവാ? സോയിൽ ഇസ് ഡിഫൈൻഡ് ആസ് എ നാച്ചുറൽ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. ഇത് എല്ലാവർക്കും അറിയാനുള്ളതാണ്. ആ പാർട്ടിക്കിൾസ് എന്തൊക്കെയായിരിക്കാം? മിനറൽസ് ആൻഡ് ഓർഗാനിക് മാറ്റർ, വാട്ടർ ആയിരിക്കാം, എയർ ആയിരിക്കാം. ഇത് ആണ് നമ്മൾ 3 phase സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കലി സോയിൽ ഇസ് എ ഹെട്രോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോയിൽ ഇസ് എ ഹെട്രോജീനിയസ് മെറ്റീരിയൽ. എന്തുകൊണ്ട് അത് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് വോയിഡ്സ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഈ വോയിഡ്സ് ആണ് രണ്ടെണ്ണം ഫില്ല് ചെയ്യുന്നത്. ഒന്ന് ലിക്വിഡ്, ഇന്നൊന്ന് എയർ ആണ്. ഓക്കെ, these voids are partially or wholly filled with water and air. Okay, അപ്പം സോയിൽ എന്ന് വെച്ചാൽ എന്തുവാ? സോയിൽ ഇസ് എ ഹെട്രോജീനിയസ് മെറ്റീരിയൽ മേഡ് അപ്പ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോയിൽ ഗ്രെയിൻസ് എന്ന് പറയാം, ആൻഡ് വോയിഡ്സ് ബിറ്റ്വീൻ ദം. ഈ വോയിഡ്സ് ഫിൽ ചെയ്യുന്നത് ലിക്വിഡ് ഫേസും ഗാസിയസ് ഫേസും ആണ്. മേ ബി അത് പാർഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ ഹോൾ ആയിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ ഈ സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് റെസിഡ്യുവൽ സോയിൽസ്, മറ്റത് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് ആണ്. ഈ റെസിഡ്യുവൽ സോയിൽസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ഒരിടത്തിൽ ഫോം ചെയ്യുമ്പോൾ റോക്ക് ഇവിടെയാണെങ്കിൽ ആ റോക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോയിൽ പാർട്ടിക്കിൾസ് വരത്തില്ലേ, അതാണ് റെസിഡ്യുവൽ സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോയിൽസ് resulting from the disintegration of rock may stay at that place of their formation. എവിടെ അത് ഒറിജിൻ ആയിട്ടുള്ളതോ അവിടെ തന്നെ ആ സോയിൽ വരുവാണെങ്കിൽ അതാണ് റെസിഡ്യുവൽ സോയിൽസ്. മനസ്സിലായോ? ഈ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്പോർട്ടഡ് എന്ന് പറയുമ്പോഴേ അത് ഒരു സ്ഥലത്തിലിരുന്ന് വേറൊരു സ്ഥലത്തിൽ മൂവ് ആക്കി വരുന്നതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേറൊരു സ്ഥലത്തിൽ എങ്ങനെയാണ് അത് പോകുന്നതെന്ന് വെച്ചാൽ, മേ ബി ബൈ എനി ഫോഴ്സസ്, എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ട് ഒരു സ്ഥലത്തിലിരുന്ന് വേറൊരു സ്ഥലത്തിലോട്ട് മാറുന്നതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗ്രാവിറ്റി ആയിരിക്കാം, വാട്ടർ ആയിരിക്കാം, വിൻഡ് ആയിരിക്കാം, ഐസ് ആയിരിക്കാം. അതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിങ് ഏജൻസി വെച്ചിട്ട് ആ മൂവ് ആകുന്നില്ലേ, സോയിൽ മൂവ് ആകുന്നില്ലേ, അതിന് ഓരോരു പേരുണ്ട്. ആ പേരാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി and the place of deposition, transported soils are further subdivided into. അത് എന്ത് ഫോഴ്സാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതോ അതിനനുസരിച്ച് നമ്മൾ അതിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്. ആ പേരുകളാണ് ഇത്. എന്തൊക്കെയാ? സോയിൽ ദാറ്റ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്ലേസിയേഴ്സ് ആണെങ്കിൽ അതിന് പേര് ഗ്ലേസിയൽ സോയിൽ അല്ലെങ്കിൽ ടില്ലെന്ന് പറയും. ഓക്കെ, സോയിൽ ഫോം ബൈ വിൻഡ് ആണെങ്കിൽ അതിന് പേര് ഇയോളിൻ അല്ലെങ്കിൽ ലോയിസ് എന്ന് പറയും. ഓക്കെ, സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് ആണെങ്കിൽ അലുവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ, ബൈ സീ വാട്ടർ ആണെങ്കിൽ മറൈൻ ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ലേക്ക് ബെഡ് ആണെങ്കിൽ ലക്കുസ്ട്രീൻ ഡെപ്പോസിറ്റ് എന്ന് പറയും. പിന്നെ ഗ്രാവിറ്റി ആണെങ്കിൽ ടാലസ് എന്ന് പറയും. മനസ്സിലായോ? ഗ്ലേസിയേഴ്സിന് മാത്രമേ നമ്മൾ സോയിലിൻ്റെ പേര് കൊടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും ഡെപ്പോസിറ്റിനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കളർ ഡിഫറൻസ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇനി അടുത്ത് സ്ട്രക്ചർ ഓഫ് സോയിൽ. അപ്പം നമുക്കിപ്പം സോയിൽ ടൈപ്സ് ഓഫ് സോയിൽ എന്താണെന്ന് പഠിച്ചു. അപ്പം ഇതിനനുസരിച്ച് ആ സോയിലിനകത്തുള്ള സ്ട്രക്ചർ എന്തുവാ, അതിനുള്ള ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് സോയിൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാനർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് ദ ഇലക്ട്രിക്കൽ ഫോഴ്സസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് ആ സോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനുള്ള രീതിയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ട്. സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ,
honeycombed structure, flocculent structure, dispersed structure, coarse grain skeleton and cohesive matrix structure ആണ്. നിങ്ങൾക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് ഞാൻ തരുന്നത്. ഇതല്ലാതെ നമുക്ക് വേറെ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ബുക്കിനും കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചേഴ്സ് ആണ്. ഈ സ്ട്രക്ചർ ഫോം ആകുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ചാൽ കോഴ്സ് ഗ്രെയിൻ സോയിൽസിലെ ആയിരിക്കും മാക്സിമം വരുന്നത്. ഓക്കെ, കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാവൽ ആൻഡ് സാൻഡിലാണ് ഈ സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രക്ചറാണ് വരുന്നത്. ഒന്ന് ഡെൻസ് സോയിൽ, ഇന്നൊന്ന് ലൂസ് സോയിലാണ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ എവിടെയായിരിക്കുന്നതെന്ന് വെച്ചാൽ കോഴ്സ് ഗ്രെയിൻ സോയിൽ. കോഴ്സ് ഗ്രെയിൻ സോയിൽ വേറൊന്നുമില്ല, ഗ്രാവൽ ആൻഡ് സാൻഡ് ആണ്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഡെൻസ് സോയിൽ സ്ട്രക്ചർ, ലൂസ് സോയിൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ പടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡെൻസ് സോയിൽ സ്ട്രക്ചർ ആണെങ്കിൽ ഇതിൻ്റെ വോയിഡ്സ് കുറവായിരിക്കും, കാണാൻ പറ്റുന്നുണ്ടോ? ലൂസ് സോയിൽ ആണെങ്കിൽ അതിൻ്റെ വോയിഡ്സ് കൂടുതലായിരിക്കും. അപ്പോൾ വോയിഡ്സും കൂടുമ്പോൾ കുറയുമ്പോൾ ഉള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. വോയിഡ്സ് കുറവാണെങ്കിൽ പെർമിയബിലിറ്റി ലോ ആയിരിക്കും, അതായത് വാട്ടർ ഈ പോർസിനകത്ത് പോകുന്നത് കുറവായിരിക്കും. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഹൈ ആയിരിക്കും, കംപ്രസിബിലിറ്റി ലോ ആയിരിക്കും. ഇതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡെൻസ് സോയിൽ സ്ട്രക്ചറാണ്. ഓക്കെ, ലൂസ് സോയിൽ സ്ട്രക്ചർ വോയിഡ്സ് റേഷ്യോ കൂടുതലാണെങ്കിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും, മോർ അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് സ്റ്റേബിളാക്കി മാറ്റാം എപ്പോഴാണ് ഒരു വൈബ്രേഷൻസ് കൊടുക്കുമ്പോഴാണ് അത് അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളിലോട്ട് മാറാൻ സാധ്യത ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സ്ട്രക്ചർ നമ്മൾ നോക്കാൻ പോകുന്നത് ഹണിഹോം സ്ട്രക്ചറാണ്. ഈ ഹണിഹോം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പടം നോക്ക്, ഈ പടത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഈ ചെറിയ ചെറിയ സിൽറ്റില്ലേ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ബ്രിഡ്ജ് പോലെ ആകുവാണെങ്കിൽ അതാണ് നമ്മൾ ഹണിഹോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് സ്മോൾ സോയിൽ പാർട്ടിക്കിൾസ് ഓഫ് സിൽറ്റ് സ്ലൈസ് സൈസിലുള്ള പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്ത് ഒരു ബ്രിഡ്ജോ ഒരു ആർക്ക് ഷേപ്പിലെ ഫോം ആവുകയാണെങ്കിൽ അതാണ് ഹണിഹോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോം ആകുമ്പോൾ ഇതിനകത്ത് കൂടുതൽ വോയിഡ്സ് ഉണ്ടാവും. ഡൈനമിക് കണ്ടീഷനിൽ ഇത് സാധ്യതയില്ല, സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഇറ്റ് കെൻ ബിയർ ദ ലോഡ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് മാറ്റാം എപ്പോഴാണ് ഇതിന് വൈബ്രേഷൻസ് കൊടുക്കുമ്പോൾ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആകും, ബട്ട് ലേറ്റർ ഒരു ഡെൻസർ സ്റ്റേറ്റിലോട്ട് മാറാൻ സാധ്യത ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ സബ്ജക്റ്റഡ് ടു വൈബ്രേഷൻ ഓർ ഷോക്ക് ദ സ്ട്രക്ചർ കൊളാപ്സസ്, ലാർജ് ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ സോയിൽ അച്ചീവ്സ് റിലേറ്റീവ്ലി ഡെൻസർ സ്റ്റേറ്റ്. അപ്പോൾ ആദ്യം കൊളാപ്സ് ആക്കിയിട്ട് പിന്നെ അത് ഒരു ഡെൻസർ സ്റ്റേറ്റിലോട്ട് മാറാൻ സാധ്യത ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറാണ്. ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ കൊയാഗുലൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ കൊയാഗുലൻറ്റ് എന്ത് ചെയ്യും, ഫ്ലോക്ക് ഫോർമേഷൻ വരത്തില്ല. അതുപോലെ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്ലേ പാർട്ടിക്കിൾസ് ഇല്ലേ, ഈ ക്ലേ പാർട്ടിക്കിൾസ് ചെറുതായിട്ട് ഫ്ലേക്കി പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിന് ലാർജർ സർഫേസ് ഏരിയ ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടിക്കിൾസിന്, ആ ക്ലേ പാർട്ടിക്കിൾസിന് സർഫേസിൽ നെഗറ്റീവ് ചാർജും എഡ്ജസിൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലേ അത് സ്മോൾ ആണ് ആദ്യം, സ്മോൾ ആൻഡ് ഫ്ലേക്കി ആയിരിക്കും, അതിന് ലാർജ് സർഫേസ് ഏരിയ ഉണ്ടാവും. അപ്പം പിന്നെ ഇതിന് സർഫേസിൽ നെഗറ്റീവും എഡ്ജസിൽ പോസിറ്റീവും ഉണ്ടാവും. അപ്പം അത് നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ ചേരത്തുള്ളൂ. അപ്പം എഡ്ജും സർഫേസും ഇങ്ങനെയാണ് ഇത് ചേർന്നിട്ട് ഇതുപോലെ ഉണ്ടാകുന്നതാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എഡ്ജ് ടു ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, എഡ്ജ് ടു ഫേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ് എഡ്ജ് ടു ഫേസ്, ഏത് സ്ട്രക്ചറിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ 4 സ്ട്രക്ചറിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നെ അടുത്ത് നോക്കാൻ പോവുക. അപ്പോൾ ഫേസ് ടു എഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറാണ്. ഓക്കെ, വോയിഡ്സ് റേഷ്യോ കൂടുതലായിരിക്കും, ലെസ് സെൻസിറ്റീവ് ടു വൈബ്രേഷൻ ആസ് ദേ ഫോംഡ് എ സ്ട്രോങ് ഇലക്ട്രിക്കൽ ബാൻഡ് ഉള്ളത് കൊണ്ട് വൈബ്രേഷൻസിന് ലെസ് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി? ഇത് മാത്രം ആദ്യം ഓർത്താൽ മതി. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എടുക്കും. പോസിറ്റീവ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ എഡ്ജിലാണ്, നെഗറ്റീവ് സർഫേസിലാണ്. അപ്പം ഒരു
എഡ്ജും ഒരു ഫേസും ആണ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഇതാണ് നമ്മൾ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എഡ്ജ് ടു ഫേസ് ആണ്. മറക്കല്ലേ EF, എഡ്ജ് ടു ഫേസ്, ഇതാണ് ഫ്ലോക്കുലേറ്റഡ്. ഓക്കെ, ഇനി അടുത്ത ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണ്. ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ നമ്മൾ റീമോൾഡഡ് ചെയ്യുമ്പോൾ, വെൻ ക്ലേ സോയിൽസ് ആർ റീമോൾഡഡ്, their flocculated structure changes and the particle changes their orientation from edge to face to face to face. ഓക്കെ, ഫേസ് ടു ഫേസിൽ മാറുന്നതാണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ EF ആണ്, ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ F to F ആണ്. വോയിഡ് റേഷ്യോ ഇവിടെയും കുറവായിരിക്കും. അവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. മനസ്സിലായോ? അപ്പം അടുത്ത ഇതുവരെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറയുന്നത് എന്തുവാ വെച്ചാൽ, ഈ കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിനും ചേർന്നിട്ടുള്ള സ്ട്രക്ചർ, സോയിൽ സ്ട്രക്ചറാണ് ഈ രണ്ട് ടൈപ്പ്. ഓക്കെ, കോഴ്സ് ഗ്രെയിൻ സ്കെലിറ്റൻ ആൻഡ് കോഹസീവ് മാട്രിക്സ് സ്ട്രക്ചറാണ്. ഈ കോഴ്സ് ഗ്രെയിൻ സ്കെലിറ്റൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കോഴ്സും ഉണ്ടാവും, ഫൈനും ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഡിഫറെൻറ്റ്. ഈ പടം കാണുമ്പോഴേ മക്കൾക്ക് മനസ്സിലാവും. ഇവിടെ എന്തുവാ, ഒരു വലിയ കോഴ്സും അകത്ത് ആ വോയിഡ്സ് ഫില്ല് ചെയ്യുന്നത് ഫൈൻ ആയിരിക്കും. പക്ഷേ ഇവിടെ അല്ല, ഒരു കോഴ്സിന് ചുറ്റിലും ഫൈനാണ് കൂടുതലുള്ളത്. മനസ്സിലായോ? ഇതിന് ഡോമിനൻ്റ് ആക്കി വരയ്ക്കുന്നത് കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിൾസ്, ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇതിനകത്ത് രണ്ട് കോഴ്സിനും ഇടയ്ക്ക് ഒരു കണക്ഷൻ ഒന്നും കാണത്തില്ല, പക്ഷേ ഇവിടെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ കോഴ്സ് ഗ്രെയിൻ സ്കെലിറ്റനുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിൾസ് ആർ ലാർജ് എമൗണ്ട് ദാൻ ദ ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ്. അപ്പം നമ്മൾ പടം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. കോഴ്സ് പാർട്ടിക്കിൾസ് റിമെയിൻ ഇൻ കോൺടാക്ട് വിത്ത് വൺ അനദർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും കണക്റ്റഡ് ആയിരിക്കും. സ്പേസ് ബിറ്റ്വീൻ ദിസ് ലാർജ് ഗ്രെയിൻസ് ആർ ഓക്കുപ്പൈഡ് ബൈ ദ ഫൈൻ പാർട്ടിക്കിൾസ്. അപ്പം അതിന് ഇടയ്ക്കുള്ള സ്പേസ് ആണ് ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. സോയിൽസ് ആർ സ്റ്റേബിൾ, ഇറ്റ് ടേക്ക് ഹെവി ലോഡ്സ് വിതൗട്ട് ഡിഫോർമേഷൻ. ഓക്കെ, എത്രയും ലോഡ് വേണമെങ്കിൽ അതായത് എടുക്കാൻ പറ്റും. പക്ഷേ കൊഹസീവ് മാട്രിക്സ് സ്ട്രക്ചറിനകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ആർ ലാർജ് എമൗണ്ട് ദാൻ ദ കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിൾസ്. ഓക്കെ, ഫൈനാണ് കൂടുതലുള്ളത്. കോഴ്സ് പാർട്ടിക്കിൾസ് rarely embedded in a fine grains and there is no direct contact between each other. അപ്പോൾ ഇത് രണ്ടിനും ബന്ധപ്പെടാൻ അതിന് ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് കൊടുക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ടൈപ്സ് ഓഫ് സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്രാവൽ ആൻഡ് സാൻഡ് ആണ്, ഹണിഹോം ഫൈൻ ഗ്രെയിൻ. അപ്പോൾ ഇത് കോഴ്സാണ്, ഇത് ഫൈനാണ്, ഇതും ഫൈനാണ്. ഇത് സിൽറ്റ്, ഫൈൻ ഗ്രെയിനിലെ നമ്മൾ സിൽറ്റ് ഇതാണ് ഇത് പറയുന്നത്. ഇതിന് ഫ്ലോക്കുലൻറ്റും ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറും ഫൈനിൽ ക്ലേ ആണ് വരുന്നത്. കോഴ്സ് ഗ്രെയിൻ സ്കെലിറ്റനും കോഹസീവ് മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോഴ്സ് ആൻഡ് ഫൈനും ചേർത്തിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി വ്യത്യാസത്തിൽ നമ്മൾ പഠിക്കണം. അങ്ങനെയേ അവർ ചോദിക്കത്തുള്ളൂ, അല്ലാതെ നമുക്ക് തിയറി പോലെ ഇങ്ങനെ അവർ ചോദിക്കത്തില്ല. ഇതുപോലെ നമ്മൾ ഒന്ന് പഠിച്ചെടുത്താലേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 3 phase സിസ്റ്റമാണ്. 3 phase എന്ന് പറയുമ്പോഴേ 3 എണ്ണം ഉണ്ടാവും. സോയിൽ ഉണ്ടാവും, ദാറ്റ് ഈസ് സോയിൽ ഗ്രെയിൻസ്, വാട്ടർ, എയർ ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സോയിൽ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ മിനറൽ പാർട്ടിക്കിൾസ് ആൻഡ് ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. ലിക്വിഡ്, ഈ വാട്ടർ എന്ന് പറയുന്നത് എല്ലാ പാർട്സും ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഫിൽ ചെയ്യുന്നത് എയർ ആയിരിക്കും. ഓക്കെ, ഈ സോയിൽ ഗ്രെയിൻസ് ആണ് ഇതിന് ഒരു സ്കെലിറ്റൻ, സോയിലിന് ഒരു ഫ്രെയിം കൊടുക്കുന്നത് സോയിൽ ഗ്രെയിൻസാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രെങ്ത് ആൻഡ് സ്കെലിറ്റൻ ഓഫ് സോയിൽ. ലിക്വിഡ്, അതായത് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് ദ കംപ്രസിബിലിറ്റി, പെർമിയബിലിറ്റി ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. പിന്നെ എയർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസസ് ഡ്രെയിനേജ്, ഏരിയേഷൻ ആൻഡ് സാച്ചുറേഷൻ. ഓക്കെ, ഇനി അടുത്ത് ഇത് വെച്ചിട്ടുള്ള 3 phase സിസ്റ്റമിലുള്ള ഒരു ഡയഗ്രാം. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനനുസരിച്ചുള്ള ഫോർമുലാസ് മഗപ്പ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനുള്ളത് എളുപ്പമായിരിക്കും. അത് ഞാൻ പറഞ്ഞു തരാമേ. ഇതാണ് നമ്മൾ 3 phase സിസ്റ്റമിൽ നമ്മൾ ഡയഗ്രാം ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാനുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ വോളിയം നമുക്ക് ഇതിന് രണ്ടായിട്ട് വോളിയം, വെയിറ്റ് ഇങ്ങനെ നമുക്ക് എഴുതാം.
അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ വോളിയം ഓഫ് സോയിൽ സോളിഡ്സിന് VS എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ WS ദാറ്റ് ഈസ് യുവർ വെയ്റ്റ് ഓഫ് സോയിൽ സോളിഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാട്ടറിന് ദ സെയിം തിങ്, യു ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് വോളിയം ഓഫ് വാട്ടർ VW ഓർ യു ക്യാൻ ടെൽ ഇറ്റ് ആസ് വെയ്റ്റ് ഓഫ് വാട്ടർ VWW. ഓക്കെ, എയറിനും അതുപോലെ തന്നെ വോളിയം ഓഫ് എയർ VR, VA അല്ലെങ്കിൽ വെയ്റ്റ്, അതിൻ്റെ വെയ്റ്റ് നമ്മൾ വെയ്റ്റ് ഓഫ് എയർ WA ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടോട്ടൽ ടോപ്പ് ടു ബോട്ടമിലാണ് നമ്മൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് സോയിൽ W എടുക്കുന്നത്, ഇതിൻ്റെ വോളിയം ടോട്ടൽ വോളിയം V എടുക്കുന്നത്. ഓക്കെ, ഇപ്പം dry soil, in a dry soil or in a saturated soil, the three-phase system reduces to two phases. Okay, dry soil അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ നമുക്ക് രണ്ടെണ്ണം മാത്രമേ കാണത്തുള്ളൂ. എന്തൊക്കെയായിരിക്കും? സോയിൽ സോളിഡ്സ് ആൻഡ് എയർ ആയിരിക്കാം, അല്ലെങ്കിൽ സോയിൽ സോളിഡ്സ് ആൻഡ് വാട്ടർ ആയിരിക്കാം. ഓക്കെ, ഡ്രൈ സോയിൽ ആണെങ്കിൽ സോയിൽ സോളിഡ്സ് ആൻഡ് എയർ എന്നാണ് നമ്മൾ പറയുന്നത്. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴാണ് വാട്ടർ വരുന്നത്. ഓക്കെ, ആ 3-phase സിസ്റ്റം 2 ഫേസിലോട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോറോസിറ്റി, വോയിഡ് റേഷ്യോ, എയർ വോയിഡ്സ്, ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ ഈ പടം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഡെഫിനിഷൻ എന്താണെന്ന് പറയാം, പിന്നെ ഈ ഡയഗ്രാമിലോട്ട് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഡയഗ്രാം ഓർത്ത് വെച്ചാൽ മാത്രം മതി, നമുക്ക് എളുപ്പമായിട്ട് ഫോർമുലാസ് ഒക്കെ പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം വോളിയം റിലേഷൻസ് നമുക്ക് നോക്കാം. വോയിഡ് റേഷ്യോനകത്ത് void volume to solid volume, voids volume of voids divided by volume of soils. Okay, അപ്പോൾ അതിൻ്റെ റേഞ്ച് 0.5 to 1.5 ആണ് വരുന്നത്. പോറോസിറ്റിക്ക് void volume to the total volume of soil എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലാണ് എക്സ്പ്രഷൻ കൊടുക്കുന്നത്, പെർസെൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 to 100 വരെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ വോയിഡ് റേഷ്യോ E, പോറോസിറ്റി N. ഓക്കെ, വോയിഡ് എന്ന് വെച്ചാൽ empty ആണ്, ദർ ഇസ് നത്തിങ്, അതുകൊണ്ടാണ് എന്ന് അവർ എടുത്തിരിക്കുന്നത്. വോയിഡ് റേഷ്യോ എന്ന് വെച്ചാൽ E. ഓക്കെ, പോറോസിറ്റി N. ഓക്കെ, EN ആണ്. അപ്പം ഈ വോയിഡ് റേഷ്യോക്കും പോറോസിറ്റിക്കും തമ്മിലുള്ള റിലേഷനാണ് E is equal to, in terms of പോറോസിറ്റിയിൽ നമുക്ക് എഴുതാം, E is equal to N by 1 by N. പോറോസിറ്റി ആണെങ്കിൽ N is equal to E by 1 plus E. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനിലെയും ഈ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ, വോയിഡ് റേഷ്യോ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പോറോസിറ്റി. E ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ N. എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക്. E ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ N എന്ന് അവർ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? ഓർത്ത് വെച്ചോ? ഓക്കെ, ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആൻസർ തരുക. ഇപ്പം ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉള്ള റീസൺ എന്തുവാണെന്ന് വെച്ചാൽ, പോറോസിറ്റീനെ നമ്മൾ പറയുന്നത് വോയിഡ് റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു വോള്യൂം ആണ്, ടോട്ടൽ വോള്യൂം ആണ്. ഓക്കെ, വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ദ സെയിം വോയിഡ്സ് ഓഫ് വോള്യൂം വിത്ത് റെസ്പെക്ട് ടു സോളിഡ്സ്. ഓക്കെ, ഈ സോളിഡ്സ് ടോട്ടൽ വോള്യൂമിനെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ ടോട്ടൽ വോള്യൂം 10 ആണെങ്കിൽ സോയിൽ അതിനകത്ത് 5 വെച്ചോ. അപ്പം ഈ 5 വെച്ച് നമുക്ക് ഒരു വാല്യൂ E കിട്ടും, ഇത് 10 വെച്ചിട്ട് Nൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് കൂടുതലായതുകൊണ്ട് Nൻ്റെ വാല്യൂ കുറവായിരിക്കും, ഇത് കുറവായതുകൊണ്ട് Eൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് E ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ N എന്ന് നമ്മൾ പറയും. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. മനസ്സിലായോ? അപ്പം ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. ഇപ്പം ഈ ഫോർമുല എങ്ങനെ ആ ഡയഗ്രാം വെച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ളത് ഞാൻ പറയാം. അപ്പോൾ E എന്ന് പറഞ്ഞാൽ എന്തുവാ? വോയിഡ് റേഷ്യോ അല്ലേ? E ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽസ് ആണ് അല്ലേ? വോളിയം ഓഫ് വോയിഡ്സ് ഈ രണ്ടെണ്ണം വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് സോയിൽസ് ആണ് E എന്ന് പറയുന്നത്. ഓക്കെ, ഈ വോളിയം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വോളിയം ആണ് N എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഡയഗ്രാം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ ഫോർമുലാസ് പഠിക്കാൻ എളുപ്പമാണ്. വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽസ് ആണ് E. ഓക്കെ, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് N. മനസ്സിലായോ? അപ്പോൾ ഇത് എളുപ്പമല്ലേ? അതുപോലെ E ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് N എഴുതുമ്പോൾ N ഡിവൈഡഡ് ബൈ 1 മൈനസ് N എന്ന് എഴുതണം. ഓക്കെ,
n in terms of e എഴുതുമ്പോൾ e divided by 1 plus e എന്ന് എഴുതണം. അപ്പോൾ ഈ എവിടെയാ e പ്ലസ് ആണ് എവിടെയാ മൈനസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്ക് പറയാം. ചുമ്മാ ഒരു ട്രിക്ക് പറയാം. e എന്ന് പറയുന്നത് നമ്മൾ തമിഴിലെ e എന്ന് പറയുന്നത് ഫ്ലൈ ആണ്. ഓക്കെ, e ഒരെണ്ണം മാത്രം വരത്തില്ല, കൂട്ടത്തോടെ വരത്തുള്ളൂ. അപ്പോൾ e ഡിവൈഡഡ് ബൈ 1 പ്ലസ് e. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. n is equal to e divided by 1 plus e. e is equal to n divided by 1 minus n. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പ്ലസ് ആണെങ്കിൽ ഇത് മറ്റത് മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി അടുത്ത് വോളിയം റിലേഷൻസിനകത്ത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് വാട്ടർ ഫുള്ളായിട്ട് സോയിലിനകത്ത് ഇരിക്കുന്നതാണ് അല്ലേ. അത് പാർഷ്യലായിരിക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ആ വോയിഡ്സ് ഫിൽ ചെയ്യാം. ഓക്കെ, വോയിഡ്സ് എന്ന് പറയുന്നത് ഇവിടെ വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ഓക്കെ, വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറും ആണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് വാട്ടർ ഫിൽ ആവുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ നമുക്ക് 100% എഴുതാം. ഒന്നേ ഇല്ലെങ്കിൽ വാട്ടർ ഒന്നേ ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ ആണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 0% മെൻഷൻ ചെയ്യാം. ഓക്കെ, പാർഷ്യലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ മാത്രമേ 0 to 1 കാണും, അല്ലെങ്കിൽ 0% to 100% പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്തുവാ? വോളിയം ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പടം വെച്ച് നമ്മളിപ്പോൾ 3 ഈക്വേഷനാണ് പഠിച്ചിരിക്കുന്നത് വോളിയം റിലേഷൻഷിപ്സിൽ. എന്തൊക്കെയാ? സെൻ, എസ്, ഇ, എൻ. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, എൻ എന്ന് പറയുന്നത് പോറോസിറ്റിയാണ്. ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്നത് എന്തുവാ? വോളിയം ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് വോയിഡ്സ്. ഓക്കെ, വി ഡബ്ല്യു ഡിവൈഡ് ബൈ വി ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എന്തുവാ? വോളിയം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ് വോയിഡ് റേഷ്യോ. ഓക്കെ, എൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വോളിയം ആണ് എൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെന്നിന് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ, പോറോസിറ്റി. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് വോയിഡ്സ്. ഓക്കെ, വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ഓഫ് സോയിൽസ്. ഓക്കെ, പോറോസിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വോളിയം ആണ് വോയിഡ് പോറോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ച്? ഇ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എൻ എന്ന് പഠിച്ചു അല്ലേ. പിന്നെ ഇ വിത്ത് റെസ്പെക്ട് ടു എന്നും എൻ വിത്ത് റെസ്പെക്ട് ടു ഇയും എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്തുവാ? ഇ ഈസ് ഈക്വൽ ടു ഇ ഇവിടെ ഉള്ളത് കൊണ്ട് എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ. ഓക്കെ, എൻ എഴുതുമ്പോൾ എൻ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. മനസ്സിലായോ? അപ്പം വോളിയം റിലേഷൻസിലുള്ള 3 ഫോർമുലയാണ് ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെയിറ്റ് റിലേഷൻസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് റിലേഷൻസ്. വെയിറ്റ് റിലേഷൻസിൽ ആദ്യം വാട്ടർ കണ്ടന്റ് ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ അതിനകത്തുള്ള റേഞ്ച് എന്ന് പറയുന്നത് W 0% ആണെങ്കിൽ ഡ്രൈ സോയിലാണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണ്. W can exceed 100% in clay because water mass can be greater than the solid mass. Okay, water content എന്ന് പറയുന്നത് weight of water divided by weight of soils ആണ്. ഈ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് കുറേ ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാവിമെട്രിക് മെത്തേഡാണ്. ഓക്കെ, ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് ലാബ് ടെസ്റ്റിലുള്ള മെത്തേഡാണ്. ഇതൊരു അക്യൂറേറ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 105 to 110 ഡിഗ്രി വരെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 105 to 110 ഡിഗ്രിയാണ്. പിന്നെ നിങ്ങൾ ആൾറെഡി ഇത് ലാബിൽ ചെയ്ത് കാണും. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് 24 hours കംപ്ലീറ്റ്ലി വാട്ടർ ലോസ് വയ്ക്കാൻ വേണ്ടിയിട്ട്
1 day വെച്ചിട്ടാണ് അടുത്ത നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലാബ് ടെസ്റ്റ് അക്യുറേറ്റ് മെത്തേഡാണ്. ഇതാണ് ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്ര? 105 ഡിഗ്രി ടു 110 ഡിഗ്രി. പിന്നെ അതിൻ്റെ ടൈമെന്ന് പറയുന്നത് 1 day 24 hours ആണ്. പിന്നെ ഉള്ള ഒരു പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്ന് നോക്കാനുള്ളത് എന്തുവാണെന്ന് വെച്ചാൽ, ദിസ് മെത്തേഡ് റിമൂവ്സ് ഓൾ ടൈപ്സ് ഓഫ് വാട്ടർ. ഓക്കെ, സോയിലുള്ള ഓൾ ടൈപ്സ് ഓഫ് വാട്ടർ അത് റിമൂവ് ചെയ്യും. അതായത് ഗ്രൗണ്ട് വാട്ടർ, കാപ്പിലറി വാട്ടർ, അഡ്സോർബ് വാട്ടർ റിമൂവ് ചെയ്യും. പക്ഷേ സ്ട്രക്ചറൽ വാട്ടർ അത് റിമൂവ് ചെയ്യത്തില്ല. ഓക്കെ, എല്ലാ ടൈപ്പ് ഓഫ് വാട്ടർ, അതായത് ഗ്രൗണ്ട് വാട്ടർ, കാപ്പിലറി വാട്ടർ, അഡ്സോർബ് വാട്ടർ റിമൂവ് ചെയ്യും, സ്ട്രക്ചർ വാട്ടർ എടുക്കത്തില്ല. അടുത്തത്, അപ്പം നിങ്ങൾ ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡിൽ ഇതാണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. ഇത് ലാബ് ടെസ്റ്റ് ആണോ ഫീൽഡ് ടെസ്റ്റ് ആണോ? അപ്പോൾ ഇത് ലാബ് ടെസ്റ്റ്, ഇത് അക്യുറേറ്റ് ആണ്. ടെമ്പറേച്ചർ ഇതാണ്, അതിൻ്റെ ഡേ എത്ര നാൾ നമ്മൾ വെക്കണം, ഏത് ടൈപ്പ് ഓഫ് സോയിൽ റിമൂവ് ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, അടുത്ത മെത്തേഡിന് പറയുന്നത് പൈക്നോമീറ്റർ മെത്തേഡാണ്. ഈ പൈക്നോമീറ്റർ മെത്തേഡും ലബോറട്ടറി ടെസ്റ്റിലുള്ളതാണ്, ലാബ് ടെസ്റ്റാണ്. ഇത് എപ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ആ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പൈക്നോമീറ്റർ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൂട്ടബിൾ വെൻ ദ സോയിൽസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് നോൺ. ഓക്കെ, അടുത്ത മെത്തേഡ് സാൻഡ് ബാത്ത് മെത്തേഡാണ്. ഇറ്റ് ഈസ് എ ക്വിക്ക് ഫീൽഡ് ടെസ്റ്റ്. ഓക്കെ, ഫീൽഡിലുള്ളതാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് മൊത്തം ഫീൽഡാണ്. പൈക്നോമീറ്ററും ഓവൻ ഡ്രൈ മെത്തേഡ് മാത്രമേ ലാബ് ടെസ്റ്റ്. ഈ സാൻഡ് ബാത്ത് മെത്തേഡ് ഫീൽഡ് ടെസ്റ്റാണ്, ബട്ട് നോട്ട് പ്രിസൈസ്, അക്യുറേറ്റ് അല്ല. നമ്മൾ അതിന് ഒരു ടെമ്പറേച്ചറിൽ അങ്ങനെ ചൂടാക്കുന്നതാണ്, സാൻഡ് ചൂടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ ടെമ്പറേച്ചർ. നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ ഓർഗാനിക് സോയിലിന് അതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഹൈ ജിപ്സം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻഅക്യുറേറ്റ് റിസൾട്ട്സ് ഡ്യൂ ടു ദ സ്ട്രക്ചറൽ വാട്ടർ ലോസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്ട്രക്ചറൽ ലോസ്, വാട്ടർ ലോസ് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നുണ്ട്. അടുത്ത ആൽക്കഹോൾ മെത്തേഡാണ്. ഇതും ക്വിക്ക് ഫീൽഡ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും സെയിം ആണ്. ഹൈ ഓർഗാനിക് സോയിലുള്ളതും ഹൈ ജിപ്സം സോയിൽ ഉണ്ടെങ്കിൽ സാൻഡ് ബാത്ത് മെത്തേഡും ആൽക്കഹോൾ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻഅക്യുറേറ്റ് റിസൾട്ട് ഡ്യൂ ടു ദ സ്ട്രക്ചറൽ വാട്ടർ ലോസ്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അടുത്ത കാൽഷ്യം കാർബൈഡ് മെത്തേഡ് അല്ലെങ്കിൽ റാപ്പിഡ് മോയ്സ്ചർ മീറ്റർ എന്നും കൂടി ഇതിനെ പറയാം. ഇതും ക്വിക്ക് ഫീൽഡ് ടെസ്റ്റാണ്. വിത്തിൻ 5 to 7 minutes നമുക്ക് ആൻസർ കിട്ടും. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ദ പ്രഷർ ഓഫ് ദ ഫോംഡ് അസറ്റിലിൻ ഗ്യാസ് ഡിറ്റർമൈൻസ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ ഇൻഡയറക്ട്ലി. നമുക്ക് ഡയറക്റ്റായിട്ട് വാട്ടർ ഇത്രയും നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വരുന്ന ഗ്യാസിലുള്ള പ്രഷർ വെച്ചിട്ടാണ് നമ്മൾക്ക് ഇത്രയും വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദിസ് ടെസ്റ്റ് റിക്വയർസ് ഓൺലി 6 grams of soil. ഓക്കെ, ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സോളിഡ് വെയിറ്റ് ആണ്, സോയിൽ വെയിറ്റ്ലിയാണ് നമുക്ക് റെപ്രസെൻറ്റ് വരുന്നത്. അടുത്തുള്ളത് ടോർഷൻ ബാലൻസ് മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ഇൻഫ്രാറെഡ് റേസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഫുൾ ഫോർ ദ സോയിൽസ് ദറ്റ് ക്വിക്ക്ലി റീഅബ്സോർവ് മോയ്സ്ചർ ഫ്രം ദിയർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ഡ്രൈയിങ്. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്തിട്ട് ഏത് സ്ഥലത്തിൽ ആ മോയ്സ്ചർ തിരിച്ച് അത് റീഅബ്സോർവ് ചെയ്യുന്നതോ ആ ടൈപ്സ് ഓഫ് സോയിലിന് മാത്രമേ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ മെത്തേഡിനകത്ത് വെയ് ചെയ്യുന്നതും ഡ്രൈ ചെയ്യുന്നതും സൈമൾട്ടേനിയസ്ലി നടക്കും. ഓക്കെ, ഇതിലെയും വാട്ടർ കണ്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സോയിൽ വെയിറ്റ്ലിയാണ് വരുന്നത്. ഓക്കെ, ഇതും മറ്റേ മെത്തേഡ് റാപ്പിഡ് മോയ്സ്ചർ മെത്തേഡിലെയും വാട്ടർ കണ്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സോയിൽ വെയിറ്റ് ആണ്. അടുത്തുള്ളത് റേഡിയേഷൻ മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ഐസോട്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. കോബാൾട്ട് 60 പോലത്തെ ഉള്ള ഒരു ഐസോട്ടോപ്പാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇൻസിറ്റു കണ്ടീഷൻസിലെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ സ്ഥലത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എമിറ്റ് ന്യൂട്രോൺസ്. അപ്പോൾ ഈ ന്യൂട്രോൺസ് എപ്പോഴാണ് അതിൻ്റെ എനർജി ലൂസ് ആകുന്നതെന്ന് വെച്ചാൽ, വെൻ ഇറ്റ് ഗെറ്റ്സ് കൊളൈഡ് വിത്ത് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, അപ്പോൾ ദ amount of energy lost is proportional to the amount of water present in the soil. ഇങ്ങനെയാണ് നമ്മൾ റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ്. ഓവൻ ഡ്രൈ മെത്തേഡാണ്, ലാബ് ടെസ്റ്റ് അക്യുറേറ്റ് മെത്തേഡാണ്. അപ്പോൾ 2 ലാബ് ടെസ്റ്റാണ് വാട്ടർ കണ്ടൻറ്റിനകത്തുള്ളത്, ഓവൻ ഡ്രൈ മെത്തേഡും പൈക്നോമീറ്റർ മെത്തേഡും.
ഓക്കെ, ബാക്കിയെല്ലാം ഫീൽഡ് മെത്തേഡാണ്. സാൻഡ് ബാത്ത് മെത്തേഡും ആൽക്കഹോൾ മെത്തേഡും ക്വിക്ക് ടെസ്റ്റ്, നോട്ട് പ്രിസൈസ്, പിന്നെ ഹൈ ഓർഗാനിക് സോയിൽ, ഹൈ ജിപ്സം കണ്ടൻറ്റ് ഉള്ളതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാൽഷ്യം കാർബൈഡ് മെത്തേഡും ടോർഷൻ ബാലൻസ് മെത്തേഡിലെയും നമുക്ക് വെയിറ്റ് വാട്ടർ കണ്ടൻറ്റ് കിട്ടുന്നത് ടോട്ടൽ സോയിൽ വെയിറ്റിലെയാണ് നമുക്ക് കിട്ടുന്നത്. റേഡിയേഷൻ മെത്തേഡിനകത്ത് നമുക്ക് ഐസോടോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഐസോടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ന്യൂട്രോൺസ് ഹൈഡ്രജൻ ആറ്റംസിനോട് കൊളൈഡ് ആകുമ്പോൾ അതിന് ലോസ് ഓഫ് എനർജി വരും. ആ ലോസ് ഓഫ് എനർജിയാണ് അമൗണ്ട് ഓഫ് വാട്ടർ കണ്ടൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. ഓക്കെ, ഇതുപോലെയാണ് മറ്റേ മെത്തേഡില്ലേ പ്രഷർ ഓഫ് അസിറ്റിലീൻ ഗ്യാസ് കാൽഷ്യം കാർബൈഡിൽ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ വാട്ടർസ് ഒക്കെ പഠിച്ചു അല്ലേ, അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ടൈപ്സ് ഓഫ് വാട്ടർ ഇൻക്ലൂഡഡ് ഇൻ ദ വാട്ടർ കണ്ടൻറ്റിനകത്ത് ഇത്രയേ ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ വാട്ടർ ഉണ്ട്, കാപ്പിലറി വാട്ടർ ഉണ്ട്, അബ്സോർബ് വാട്ടർ ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ, water content includes every form of water that can be removed by oven drying at 110 degree such as ഇത്രയും വാട്ടറേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് സ്ട്രക്ചറൽ വാട്ടർ വരത്തില്ല. ഓക്കെ, വാട്ടർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ വാട്ടർ കണ്ടൻറ്റ് സ്ട്രക്ചറൽ വാട്ടർ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. എയർ കണ്ടൻറ്റ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആണ്. അപ്പം എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വോളിയൂം ഓഫ് വോയിഡ്സ് ആണ്. ദാറ്റ് ഈസ് എയർ കണ്ടൻറ്റ്. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വോളിയൂം. അപ്പം നേരത്തെ നമ്മൾ വോയിഡ് റേഷ്യോ, പോറോസിറ്റി നമ്മൾ പറഞ്ഞു. വോയിഡ് റേഷ്യോ എന്തുവാ? വോളിയൂം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ വോളിയൂം ഓഫ് സോയിൽസിന് നമ്മൾ പറഞ്ഞു അല്ലേ. പോറോസിറ്റി എന്തുവാ? വോളിയൂം ഓഫ് വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വോളിയൂം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതും വോളിയൂം ഓഫ് എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വോളിയൂം ഓഫ് വോയിഡ്സ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വോളിയൂം ആണ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. മനസ്സിലായോ? അപ്പം പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. പോറോസിറ്റി ഇൻറ്റു AC എയർ കണ്ടൻറ്റാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് കിട്ടും. അത് അതിൻ്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ സോയിൽ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ് VA is equal to 0. അപ്പോൾ ഈ ഫോർമുലനകത്ത് VA 0 ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സും 0 ആയിരിക്കും. ഇഫ് ദ സോയിൽ ഇസ് ഡ്രൈ ആണെങ്കിൽ VA is equal to VV ആണ്. അപ്പോഴത്തേക്ക് VV ഡിവൈഡ് ബൈ V ദാറ്റ് ഇസ് N ആണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ഇസ് ഈക്വൽ ടു പോറോസിറ്റീന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക, പോറോസിറ്റി എയർ വോയിഡ് റേഷ്യോ. ഓക്കെ, ഇതിനകത്ത് എയർ കണ്ടൻറ്റ് പെർസെൻറ്റേജ് എയർ വെച്ച് ചെയ്യുന്നതാണ് എയർ കണ്ടൻറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ്. ഇത് രണ്ടിലും എയർ വിത്ത് റെസ്പെക്ട് ടു വോയിഡ്സ്, എയർ വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വോളിയൂം. ഇവിടെയാണെങ്കിൽ വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു സോയിൽസ്, വോയിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വോളിയൂം. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത് ഒരു ക്വിക്ക് സമ്മറിയാണ്. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ഇത് ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? എന്നാലും കുഴപ്പമില്ല, നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കുന്നതല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഇരുന്ന് പഠിക്കുക. ഓക്കെ, കേൾക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഗാമ W ആണ്. ഇതെല്ലാം നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഗാമ W ഇസ് ഈക്വൽ ടു വെയിറ്റ് പെർ വോളിയൂം ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ പെർ യൂണിറ്റ് വോളിയൂം ഓഫ് വാട്ടർ ആണ് ഗാമ W. ഓക്കെ, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽസ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് only the soil particles with respect to the volume of soils. Okay, weight of only the soil solids per unit volume of solids ആണ് ഗാമ S എന്ന് പറയുന്നത്. ഗാമ W weight of water with respect to volume of water. Unit weight of soils ഗാമ S എന്ന് പറയുന്നത് weight of only the soil solids divided by volume of soils ആണ്. ഓക്കെ, ഇനി അടുത്ത് ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഓർ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയൂം, W ഡിവൈഡ് ബൈ V ആണ്. ഓക്കെ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സ് പെർ യൂണിറ്റ് ടോട്ടൽ വോളിയൂം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ബൈ വോളിയൂം ആണ് ബൾക്കിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡ്രൈ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വോളിയൂം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഗാമ ഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഓക്കെ, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ സോയിൽ പെർ യൂണിറ്റ് വോള്യൂം when all the voids are completely filled with water. മനസ്സിലായോ? W/V ആണെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. WS/V ആണെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. W സാച്ചുറേറ്റഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ആണെങ്കിൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനിയും ഒരു യൂണിറ്റ് വെയിറ്റ് ഉണ്ട്, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W. ഓക്കെ, ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W. അപ്പോൾ റഫ്ലി നമ്മൾ ഗാമ ഡാഷ് ഇസ് റഫ്ലി ഹാഫ് ഓഫ് ദ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻ കേസ് തന്നില്ലെങ്കിൽ, പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അസ്യൂം ചെയ്യാം ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഗാമ സാച്ചുറേഷൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ചില റിലേഷൻസ് ഉണ്ട്. എല്ലാ റിലേഷൻസും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഓർത്ത് വെച്ചേ പറ്റും ഇതിന്. ഓക്കെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി. ഗാമ ഡി എന്തുവാ? വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം. അങ്ങനെയല്ലേ പഠിച്ചത്? വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഗാമ ഡി എന്ന് പഠിച്ചത്. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെക്കുക. ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഡിവൈഡഡ് ബൈ 1 + E ഇൻറ്റു ഗാമ W. ഓക്കെ, G ഈസ് ഈക്വൽ G ബൈ 1 + E ഇൻറ്റു ഗാമ W. ഗാമ W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക, G ബൈ 1 + E ഇൻറ്റു ഗാമ W. ഓക്കെ, ഗാമ സാച്ചുറേഷൻ എന്ന് പറയുന്നത് G + E ഡിവൈഡഡ് ബൈ 1 + E ഇൻറ്റു ഗാമ W. ഈ ഫോർമുലയിൽ തന്നെ +E ഇടുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി വരും. ഓക്കെ, സബ്മേർജ്ഡ്, അപ്പോൾ അത് മുഴുവനായിട്ട് താഴോട്ട് പോയി, അതുകൊണ്ട് G -1 ഇടണം. ഓക്കെ, സാച്ചുറേറ്റഡ് ആണെങ്കിൽ +E ഇടണം, സബ്മേർജ്ഡ് ആണെങ്കിൽ -1 ഇടണം. ഓക്കെ, ബൾക്ക് ഡെൻസിറ്റി ആകുമ്പോഴത്തേക്ക് അതിൽ ബൾക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഡ്രൈ ഡെൻസിറ്റീനെ ഈ ഒരു ഒറ്റ ഫോർമുല നല്ലോണം പഠിച്ചിരിക്കുക. ഗാമ ഡി ഈസ് ഈക്വൽ ടു G ഇൻറ്റു ഗാമ W ഡിവൈഡഡ് ബൈ 1 + E. ഓക്കെ, സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ +E ചെയ്യണം, സബ്മേർജ്ഡ് പറയുമ്പോൾ 1 - ചെയ്യണം, G -1 ചെയ്യണം. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ E + E ഇൻറ്റു S ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 + W. ഈ ഒരു ഫോർമുലാവും ഓർത്ത് വയ്ക്കണം. ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 + W. ഓക്കെ, ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണിത്. E is equal to WG by S. Okay, void ratio is equal to W water content into specific gravity divided by degree of saturation. E is equal to WG by S. Okay, ഇത് ഇങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, സാച്ചുറേറ്റഡ് ആകുമ്പോൾ +E ഇടണം, സബ്മേർജ്ഡ് ആകുമ്പോൾ -1 ചെയ്യണം, ബൾക്ക് ഡെൻസിറ്റി ആകുമ്പോൾ ES ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല മനസ്സിലാക്കണം. ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 + W. ഓക്കെ, ഇനി അടുത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി. G നമ്മൾ നോക്കിയില്ലേ? ഇപ്പോൾ ഈ ജീന് വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജീനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ GSന് റെപ്രസെൻറ്റ് ചെയ്യാം. ചില ബുക്കിനകത്ത് ജീന് തന്നിട്ടുണ്ടാവും, GSനും തന്നിട്ടുണ്ടാവും. അപ്പോൾ GS ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ആർ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ 27 ഡിഗ്രിയാണ്. ഓക്കെ, ചില ബുക്കിനകത്ത് 4 ഡിഗ്രിനും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ 27 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് എന്ന് പറയുന്നത് ഗാമ S ഡിവൈഡഡ് ബൈ ഗാമ W. ഓക്കെ, അപ്പോൾ GS ഇൻഓർഗാനിക് സോളിഡ്സ് ആണെങ്കിൽ 2.65 to 2.85 വരും, ഓർഗാനിക് ആണെങ്കിൽ ഇച്ചിരി കുറവ്. അപ്പോൾ G specific gravity for a fine grain soils will be greater than coarse grain soils. ഇപ്പോൾ ഫൈൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ സിൽറ്റും ക്ലേയും നമുക്ക് കൂടുതലായിരിക്കും. കോഴ്സ് ഗ്രെയിൻ അതായത് ഗ്രാവൽ സാൻഡിനെക്കാട്ടിലും ഇതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇത് ഒന്നും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഇതിൽ നമുക്ക് ഒരു 2 ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിയും അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയും ഉണ്ട്. ഈ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് സോയിൽ മാസ് ടു ദ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, സോയിൽ മാസ് എന്ന് പറയുമ്പോൾ ടോട്ടലാണ്. ഇതിനകത്ത്
നമുക്ക് സോയിൽ സോളിഡ്സിന് മാത്രം യെസ് മാത്രമാണ് എടുത്തത്. ഇതിനകത്ത് സോയിൽ, വാട്ടർ ആൻഡ് എയർ, ടോട്ടൽ സോയിൽ മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, GM is always less than the gravity, specific gravity G ആണ്. ഓക്കെ, ഇതിന് വേറെ ഒരു പേരുണ്ട്, അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ബിക്കോസ് നമ്മൾ ടോട്ടൽ അല്ലേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അടുത്തത് അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. അബ്സൊല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ വോയിഡ്സ് മൊത്തം റിമൂവ് ചെയ്തിട്ടുള്ള വോളിയമാണ്. ഇഫ് ബോത്ത് പെർമിയബിൾ ആൻഡ് ഇംപെർമിയബിൾ വോയിഡ്സ് ആർ എക്സ്ക്ലൂഡഡ് from the volume of void solids, the remaining volume is the true or absolute volume of the solids. Okay, appo GA is equal to density of the solids, adayathu absolute density of the solids. appo idinathu nammal voids okke remove cheyidittundu ennulladana avaru edukkendathu. Okay, idine veroru perana grain specific gravity or specific gravity of soils. Okay, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ഈ പാർട്ട് എനിക്കറിയത്തില്ല, അവർ ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും നമുക്ക് പഠിച്ചു വയ്ക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫീൽഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഇത്രയും മെത്തേഡാണ്: പൈക്നോമീറ്റർ മെത്തേഡ്, ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്, ഗ്ലാസ് ജാർ മെത്തേഡ്, ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്. ഇത്രയും മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ specific gravity കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫീൽഡ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്സ് ഡിറ്റർമൈൻഡ് ബൈ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്, കോഡ് കട്ടർ മെത്തേഡ്, വാട്ടർ ബലൂൺ മെത്തേഡ്, സബ്മേർജ്ഡ് മെത്തേഡ് ആൻഡ് റേഡിയേഷൻ മെത്തേഡ്. സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ഒരു ഫീൽഡ് ടെസ്റ്റ് ആണ്, യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. ഓക്കെ, വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഒരു ലാബ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഒരു ലാബ് ടെസ്റ്റ് ആണ്. സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡും കോർ കട്ടഡ് മെത്തേഡും ഫീൽഡ് ടെസ്റ്റാണ്. ഓക്കെ, വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ലാബ് ടെസ്റ്റ് അപ്ലിക്കബിൾ ഫോർ കൊഹീസീവ് സോയിൽസ്. ഓക്കെ, പിന്നെ അത് നമ്മൾ വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ കൊഹീസീവ് സോയിൽ ക്ലേ വാട്ടറോട് മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒരു പാരഫിൻ വാക്സ് കൊണ്ട് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ലംപ്പായിട്ട് എടുത്തിട്ട് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ പാരഫിൻ വാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോർ കട്ടഡ് മെത്തേഡ് ഫീൽഡ് ടെസ്റ്റ് ആണ്, നോട്ട് suitable ഫോർ ദ സോയിൽ സച്ച് ആസ് ഹാർഡ് സോയിൽ ഓർ ഗ്രാനുലർ സോയിൽ. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡെൻസിറ്റി ഇൻഡെക്സിനും വേറെ ഒരു പേരുണ്ട്. നമുക്കൊന്ന് ID-ന് I സഫിക്സ് Dന് എഴുതാം, അല്ലെങ്കിൽ D സഫിക്സ് R, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, it is used only for the coarse grain soils, sand and gravel. Clay ക്ക് ഇത് ഇല്ല, not for the clay ആണ്. It is only for the sand and gravels. ഓക്കെ, ഇത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല എന്തുവാ? Emax minus E divided by Emax minus E minimum into 100. ഓക്കെ, Emax void ratio, maximum void ratio minus natural void ratio divided by maximum void ratio minus minimum void ratio. ഓക്കെ, ഈ ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒന്ന് നോക്കാൻ വേണ്ടിയത് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാക്സിമം വോയിഡ് റേഷ്യോ എപ്പോഴാണ് കിടക്കുന്നത്? വെൻ ഇറ്റ് ഈസ് ഇൻ ദ ലൂസസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, വെൻ ദ കോസ് ഗ്രെയിൻ സോയിൽസ് ലൂസസ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം വോയിഡ് റേഷ്യോ കിട്ടത്തുള്ളൂ. മിനിമം എന്ന് വെച്ചാൽ ഡെൻസസ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് മിനിമം വോയിഡ് റേഷ്യോ കിട്ടത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് എന്താ തന്നിരിക്കുന്നത്? ഈ മാക്സ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലൂസസ്റ്റ് സ്റ്റേറ്റിലുള്ളത് തന്നിട്ടുണ്ടോ എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് നോക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന് ഈ വാല്യൂ വെച്ചിട്ട് നമുക്കത് വെരി ലൂസാണോ അല്ലെങ്കിൽ മീഡിയം ആണോ ഡെൻസ് ആണോ വെരി ഡെൻസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ ടാബ്ലർ കാണാമാണ് ഇത്. അപ്പോൾ ഈ ഫോർമുല നല്ലോണം പഠിച്ചു വയ്ക്കുക. ഇ മാക്സ് എന്ന് പറയുന്നത് ലൂസസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇ മാക്സ്, ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇ മിനിമം. ഓക്കെ, ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ്. ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് വിച്ച് ഹെൽപ്പ് ടു അക്സസ് ദ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് ദ സോയിൽ. അതായത്
ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആക്ട് ആസ് എ ഗൈഡ് ഫോർ ഗ്രൂപ്പിംഗ് സോയിൽസ് ഇൻ ടു സ്റ്റാൻഡേർഡ് സിസ്റ്റംസ് ലൈക്ക് USCS ഓർ AISHTO. അപ്പം ഇതിൽ സോയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാനും ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, നമ്മൾ എപ്പോഴും പഠിക്കുന്നില്ലേ, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡിറ്റി ഇൻഡെക്സ്, കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ഷ്രിങ്കേജ് ഇൻഡെക്സ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ടഫ്നെസ് ഇൻഡെക്സ്, ഇതാണ് ഫ്ലോ ഇൻഡെക്സ്, ഇതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കൊരു സോയിലിൻ്റെ ബിഹേവിയർ എന്തുവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഷിയർ സ്ട്രെങ്ത് എന്തുവാ, കംപ്രസിബിലിറ്റി എന്തുവാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം ഇൻഡെക്സ് പ്രോപ്പർട്ടി ഫോർ ദ കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുന്നത് സാൻഡ് ആൻഡ് ഗ്രാവലിന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഗ്രെയിൻ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി, പാർട്ടിക്കിൾ സൈസ്, ഇത് വെച്ചിട്ടാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി ഓഫ് കോഴ്സ് ഗ്രെയിൻ സോയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇൻഡെക്സ് പ്രോപ്പർട്ടി ഫോർ ദ ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ നമ്മൾ അട്ടർബർഗ്സ് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ആ മൊത്തം ഇൻഡെക്സും ഇതിനകത്ത് വരും. ദാറ്റ് ഈസ് ഓൾ ഫോർ ഫൈൻ ഗ്രെയിൻ സോയിൽ, സിൽറ്റ് ആൻഡ് ക്ലേ. ഓക്കെ, ഇതല്ലാതെ ജനറൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി രണ്ടിനും കണ്ടുപിടിക്കാം, വാട്ടർ കണ്ടൻറ്റ് രണ്ടിനും കണ്ടുപിടിക്കാം, യൂണിറ്റ് വെയ്റ്റിന് രണ്ടിനും കണ്ടുപിടിക്കാം. ഓക്കെ, കോഴ്സ് ഗ്രെയിൻ സോയിലാണെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടി എങ്ങനെയാണ്, ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഗ്രെയിൻ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി, പാർട്ടിക്കിൾ ഷേപ്പ്. ഓക്കെ, ഗ്രെയിൻ സോയിൽ ഡിസ്ട്രിബ്യൂഷനിലും നമുക്ക് രണ്ട് മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സീവ് അനാലിസിസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ഹൈഡ്രോമീറ്റർ അനാലിസിസ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, സീവ് അനാലിസിസ് കോഴ്സൽ പാർട്ടിക്കിൾസിനാണ് വരുന്നത്, സെഡിമെൻറ്റേഷൻ ഫൈനർ പാർട്ടിക്കിൾസിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനടുത്ത് ഓരോരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. സോയിൽ ക്ലാസിഫിക്കേഷനിൽ ജനറലി നമ്മൾ രണ്ട് സോയിലാണ് നമ്മൾ പറയുന്നത്, കോഴ്സ് ഗ്രെയിൻ സോയിൽ, ഫൈൻ ഗ്രെയിൻ സോയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ ഡയഗ്രാമിൽ ഇവിടെ താഴെ തന്നിരിക്കുന്നതെല്ലാം ഡയാമീറ്റർ ഇൻ MM ആണ്. പാർട്ടിക്കിളിൻ്റെ ഡയാമീറ്റർ ഇൻ ടേംസ് ഓഫ് മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ബോൾഡേഴ്സ് എന്ന് പറയുന്നത് 300 mm മേലുള്ള എല്ലാ പാർട്ടിക്കിളും നമ്മൾ ബോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. പാർട്ടിക്കിൾ സൈസ് 80 mm മേലെ ഉള്ളത് കോബൽ സൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 4.75 mm to 80 mm ഉള്ളത് നമ്മൾ ഗ്രാവൽ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഫൈനും ഉണ്ട്, കോഴ്സും ഉണ്ട്. ഓക്കെ, 0.075 to 4.75 ആണ് നമ്മൾ ഗ്രാവൽ സൈസ്, സാൻഡ് സൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിനകത്ത് മൂന്നെണ്ണം ഉണ്ട്, ഫൈൻ, മീഡിയം, കോഴ്സ് ഉണ്ട്. ഫൈൻ സാൻഡ് ഉണ്ട്, മീഡിയം സാൻഡ് ഉണ്ട്, കോഴ്സ് സാൻഡ് ഉണ്ട്. ഓക്കെ, ഇപ്പം 0.075 mm താഴത്തെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, കോഴ്സ് ഫൈൻ ഗ്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇത് അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. ഇത് ഫൈൻ ഗ്രെയിൻ ആണ്, ഇത് കോഴ്സ് ഗ്രെയിൻഡ് ആണ്. ഫൈൻ ഗ്രെയിൻഡ്, കോഴ്സ് ഗ്രെയിൻഡ്. ഓക്കെ, 0.075 മേളിലുള്ളത് നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറയും, താഴെ ഉള്ളത് ഫൈൻ ഗ്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇതിനെ നമുക്ക് മൈക്രോൺ എന്നും പറയാം, 75 മൈക്രോൺ. ഓക്കെ, 0.425 mm നമ്മൾ 425 മൈക്രോൺ എന്നും പറയാം. ഓക്കെ, the particle size distribution is found in two stages: coarse grain soils, fine grain soils. coarse grain soil എന്ന് പറയുന്നത് gravel and sand, fine grain soils എന്ന് പറയുന്നത് silt and clay. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഞാൻ അത് വിട്ടുപോയി, നിങ്ങൾക്ക് കാണിക്കാൻ മാറുന്നു. ഓക്കെ, ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഇത് ഇത്രയും പോർഷൻ നമുക്ക് കോഴ്സ് ഗ്രെയിൻ ആണ്, ഇത്രയും പോർഷൻ നമുക്ക് ഫൈൻ ഗ്രെയിൻ ആണ്. അപ്പോൾ കോഴ്സ് ഗ്രെയിനെ നമുക്ക് സീവ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. ഫൈൻ ഗ്രെയിൻ സോയിൽസിന് സെഡിമെൻറ്റേഷൻ അനാലിസിസ്, ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് അല്ലെങ്കിൽ പിപ്പറ്റ് ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സീവ് അനാലിസിസ് നിങ്ങൾ
ലാബിൽ ചെയ്ത് കാണത്തില്ലേ, കുറേ നമ്പർ ഓഫ് സീവ്സ് എടുത്തിട്ട് നമുക്ക് അത് സീവ് ചെയ്തിട്ട് അതിൻ്റെ ഓരോരോ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ ഒക്കെ കണ്ടുപിടിക്കത്തില്ലേ, അതാണ്. അപ്പോൾ സീവ് അനാലിസിസിനകത്ത് കോർ സീവ് അനാലിസിസ് നമ്മൾ ഡ്രൈ അനാലിസിസ്, ഇറ്റ് ഈസ് എ ഡ്രൈ അനാലിസിസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രാവൽസ് ഒൺലി. ഇതിനകത്ത് നമ്മൾ 4 സീവാണ് എടുക്കുന്നത്, 80 mm, 20 mm, 10 mm, 4.75 mm. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോർ സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഈ ഫൈൻ സീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഡ്രൈ ആർ വെറ്റ്. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് ഈ ഫൈൻ എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ അല്ല, ഇതല്ല, ഇവിടത്തെ ഉള്ള ഫൈനാണ്. മനസ്സിലായോ? ഇവിടത്തെ ഉള്ള ഗ്രാവലാണ്, ഇവിടത്തെ ഉള്ള ഈ സാൻഡാണ് അവർ ഫൈനിന് അവർ ഉദ്ദേശിക്കുന്നത്. സീവ് അനാലിസിസിൽ ഉള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഇതിലെയും കോഴ്സും ഫൈനും ഉണ്ട്. മക്കളെ ഇത് രണ്ടും മിക്സ് കൺഫ്യൂസ് ആക്കരുത്. സീവ് അനാലിസിസിൽ കോഴ്സ് ഗ്രെയിൻ സോയിൽസ്, ഇതിനകത്ത് ഗ്രാവലും ഉണ്ട് സാൻഡും ഉണ്ട്, അതല്ലേ നമ്മൾ പഠിക്കുന്നത്. ഈ സാൻഡിൽ നമ്മൾ കോഴ്സ് ഫൈന് മീഡിയം ഇല്ലേ, അതാണ് ഇപ്പം നമ്മൾ അതാണ് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഈ സീവ് അനാലിസിസ് ഓൺലി ഫോർ ദ കോഴ്സ് ഗ്രെയിൻ സോയിൽ. കോഴ്സ് ഗ്രെയിൻ സോയിലിനകത്തുള്ള കോഴ്സിന് നമ്മൾ ഈ 80 mm, 20 mm, 10 mm, 75 mm ഇതിനകത്തുള്ളത്. ഓക്കെ, ഇത് ഗ്രാവലിന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഫൈൻ സീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത് എന്തിനാ, സാൻഡാണ്. അത് സിൽറ്റ് ആൻഡ് ക്ലേന്ന് കൺഫ്യൂസ് ആക്കരുത്. ദിസ് ഇസ് ഓൺലി ഫോർ കോഴ്സ് ഗ്രെയിനിലുള്ള സാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇറ്റ് ക്യാൻ ബി എ ഡ്രൈ ആർ വെറ്റ് അനാലിസിസ്. ഡ്രൈ അനാലിസിസ് ഇറ്റ്സ് ഫോർ ഗ്രാവൽ, അതായത് കോഴ്സ് പാർട്ടിക്കിൾസിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 75 mm മൈക്രോണിൽ വെറ്റ് അനാലിസിസ് യൂസ്ഡ്. അപ്പോൾ എത്ര മൈക്രോണാണ് നമ്മൾ എടുക്കുന്നത്, എത്ര സീവാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 2 mm, 1 mm, 600 micron, 425 micron, 212 micron, 150 micron, 75 micron. മനസ്സിലായോ? 2 mm തൊട്ട് 0.75 മൈക്രോൺ അകത്തുള്ളതാണ് ഇത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ സാൻഡിനുള്ള സീവ് അനാലിസിസ് ആണ്. ഓക്കെ, ഈ സീവിനെ എങ്ങനെയാണ് അവർ ഡെസിഗ്നേഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ക്വയറിൻ്റെ ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് ഇൻ MMR മൈക്രോൺസ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് കോഴ്സ് ഗ്രെയിനിലുള്ള ഗ്രാവലിനും സാൻഡിനും ഉള്ള സീവ് അനാലിസിസ് മെത്തേഡാണ്. അപ്പോൾ ഗ്രാവലിൽ 4 80 to 4.75 mm 4 സീവാണ് എടുത്തിരിക്കുന്നത്. 80, 20, 10, 4.75. ഓക്കെ, ഫൈനൽ ഈ സാൻഡിൽ നമ്മൾ 2 mm തൊട്ട് 0.75 mm വരെ ഉള്ള സോയിൽ പാർട്ടിക്കിൾസ്. ഓക്കെ, അതിൽ 7 സീവാണ് നമ്മൾ എടുക്കുന്നത്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളിപ്പോൾ സീവ് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ സീവിൽ എത്രയാണ് റീറ്റെയിൻ ചെയ്തതിനുള്ളത് നമ്മൾ വെയിറ്റ് എടുക്കും. ആ വെയിറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ എന്നാണ് എടുക്കുന്നത്. ഉള്ള പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നമ്മൾ ലോഗ് സ്കെയിലാണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ ഓർഡിനറി സ്കെയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കണം. ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ സെമി ലോഗറിതമിക് പ്ലോട്ടാണ് ചെയ്യുന്നത്. പാർട്ടിക്കിൾ സൈസ് എക്സ് ആക്സിസ് അത് ലോഗ് സ്കെയിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. വൈ ആക്സിസിൽ നമ്മൾ നോർമൽ സ്കെയിലാണ് എടുക്കുന്നത്. പെർസെൻറ്റേജ് ഫൈനർ നോർമൽ സ്കെയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഗ്രാഫ് ഇവിടെ ഒരു 3 ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, A, B, C എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, നമുക്ക് ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് നല്ല വെൽ ഗ്രേഡഡ് സോയിലാണോ യൂണിഫോംലി ഗ്രേഡഡ് സോയിലാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ അബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് സോയിലാണെങ്കിൽ ലാർജ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസസ് ഉണ്ടാവും. ഓക്കെ, നാരോ റേഞ്ച് ആണെങ്കിൽ യൂണിഫോംലി ഗ്രേഡഡ് ഓർ യു ക്യാൻ ടെൽ ഇറ്റ് ആസ് എ പോർലി ഗ്രേഡഡ് സോയിൽസ് എന്ന് പറയാം.
എന്തെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ വരുവാണെങ്കിൽ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് നോക്കുമ്പോൾ വെൽ ഗ്രേഡഡ് സോയിൽസിന് ഏതായിരിക്കും? ഒന്ന് നോക്കിക്കേ. വെൽ ഗ്രേഡഡ് സോയിൽസ് എന്ന് വെച്ചാൽ ലാർജ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പം 0.01 തൊട്ട് ലാർജ് റേഞ്ച് അതിന് വരുമ്പോഴാണ് നമുക്ക് വെൽ ഗ്രേഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് എ എടുക്കാം അല്ലെങ്കിൽ സി എടുക്കാം. ഇത് രണ്ടിൽ ഏതോ ഒന്ന് അല്ലേ? അപ്പം ഏതായിരിക്കും കറക്റ്റ് എന്ന് വെച്ചാൽ സിയാ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ്പം ഇതിനകത്ത് നോക്ക്, സി ഇവിടെ തൊട്ട് വന്നിട്ട് ഇങ്ങനെ പോയി എല്ലാ പാർട്ടിക്കിൾസും അവർ കവർ ചെയ്തു. എയും കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു വന്നിട്ട് പിന്നെ പോയി. അപ്പം ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വെൽ ഗ്രേഡഡ് സോയിൽസിനകത്ത് സി ആണ്. നാരോ എന്ന് പറയുന്നത് ഇതാണ്. യൂണിഫോംലി ഗ്രേഡഡ് ദാറ്റ് ഇസ് ബി. അടുത്തുള്ളത് എ ആണ്. ഓക്കെ, ഈ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ് ആക്സിസിലെ ലോഗ് സ്കെയിലും വൈ ആക്സിസിലെ നോർമലും എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഗ്രെയിൻ സൈസസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ ഒരു പ്ലോട്ടിൽ, ഒരു ഗ്രാഫിൽ തന്നെ എല്ലാ പാർട്ടിക്കിൾസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ സെമി ലോഗറിതമിക് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ഇതിലോട്ട് പോകാം. സോയിൽ പാരാമീറ്റേഴ്സ് ആണ്, ഗ്രേഡേഷൻ പാരാമീറ്റേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ഗ്രാഫ് വരച്ചു. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ കൊടുക്കണ്ടേ, ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ? ആ വെൽ ഗ്രേഡഡ് പോർ ഗ്രേഡഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു വാല്യൂസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 2 പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റും മറ്റത് കോയിഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ വെച്ചിട്ടാണ്. ഓക്കെ, യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റിനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, CU = D60/D10 എന്നാണ്. 60/10. ഓക്കെ, കോയിഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 30² D30 the whole square / D10 × D60. ഓക്കെ, അപ്പം ഈ D10 D60 എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ D10 എന്ന് വെച്ചാൽ 10% ഫൈനർ, 30 എന്ന് വെച്ചാൽ 30% ഫൈനർ, 60 എന്ന് വെച്ചാൽ 60% ഫൈനർ. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള CU വാല്യൂ CC വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് വെൽ ഗ്രേഡഡ് സോയിലാണോ പോർലി ഗ്രേഡഡ് സോയിലാണോ നമ്മൾ പറയുന്നത്. ഒന്ന് ഗ്രാഫ് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈ വാല്യൂ വെച്ചിട്ടും നമുക്ക് പറയാം. ഈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ലാബിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം ഈ CC വാല്യൂ 1 to 3 ആണ്. ഓക്കെ, ഈ CC വാല്യൂ വിൽ ബി ഇൻ ബിറ്റ്വീൻ 1 and 3. ഓക്കെ, CU വാല്യൂ >4 ആണെങ്കിൽ ഗ്രാവൽസിനാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് >6 ആണെങ്കിൽ സാൻഡ് ആണ് വെൽ ഗ്രേഡഡ് സോയിൽ. വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം CU വാല്യൂ CC വാല്യൂ ഉണ്ട്. അപ്പം ഈ 2 വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വെൽ ഗ്രേഡഡ് സോയിലിന് നമ്മൾ പറയുന്നത്. വെൽ ഗ്രേഡഡ് ഗ്രാവൽസ്, വെൽ ഗ്രേഡഡ് സാൻഡ്, അങ്ങനെ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ CC വാല്യൂ 1 to 3 ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, 1 to 3 ഉണ്ട്. അടുത്ത് എന്താ കമ്പയർ ചെയ്യേണ്ടത്? യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റ് നോക്കണം. യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റ് >4 ആണെങ്കിൽ നമുക്കത് ഗ്രാവൽ എന്ന് പറയാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് >6 ആണെങ്കിൽ നമ്മൾ അതിന് സാൻഡ് എന്ന് പറയാം, വെൽ ഗ്രേഡഡ് സാൻഡ്. ഓക്കെ, >4 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ഗ്രാവൽ അങ്ങനെ പറയാം. ഓക്കെ, പിന്നെ ഇനി അടുത്ത് എപ്പോഴാണ് നമ്മൾ പോർലി ഗ്രേഡഡ് സോയിലിനെ എങ്ങനെയാണ് നമ്മൾ അത് നോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ CU ഗ്രാവൽ ആയാലും സാൻഡ് ആയാലും അതിൻ്റെ വാല്യൂ കൂടെ തന്നെയാണ്, അതിലൊരു കുഴപ്പമില്ല. ഗ്രാവൽ >4 ഉണ്ട്, >6 ഉണ്ടെന്ന് വെച്ചോ. ബട്ട് 1 to 3 അല്ലാതെ ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് 1 to 3 അന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ 0.89 വരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ പോർലി ഗ്രേഡഡ് സോയിൽ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എളുപ്പത്തിൽ ഞാൻ പറയാം. ഗ്രാവലിന് നമുക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ CU വാല്യൂ നമുക്ക് 5 ഉണ്ട്. ഓക്കെ, CU വാല്യൂ നമുക്ക് 5 ഉണ്ട്.
ഇപ്പോൾ നമ്മുടെ CC വാല്യൂ ഇഫ് ഇറ്റ് ഈസ് 0.8 ആണെങ്കിൽ ഓക്കെ 8 എന്ന് വെച്ചോ. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ ആണിത്. CU യൂണിഫോമിറ്റി കോയിഫിഷ്യൻറ്റ് 5 ഉണ്ട്, കോയിഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചർ 0.8 ഉണ്ട്. ഓക്കെ CU 5 ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ നമ്മൾ ഇതിന് ഗ്രാവലിന് മെൻഷൻ ചെയ്യും, ഗ്രാവലാണ്. ബട്ട് CC എന്ന് പറയുന്നത് 0.8 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ദിസ് ഇസ് പുവർലി ഗ്രേഡഡ് ഗ്രാവൽ, അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മളിപ്പോൾ നോക്കിയത് സീവ് അനാലിസിസാണ്. ഇനി അടുത്തുള്ളത് സെഡിമെൻറ്റേഷൻ അനാലിസിസ് ആണ്. സെഡിമെൻറ്റേഷൻ അനാലിസിസിൽ സിൽറ്റ് ആൻഡ് ക്ലേന് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ പാർട്ടിക്കിൾസ് ലെസ് ദാൻ 75 മൈക്രോൺ സൈസ് ക്യാൻ ബി അനാലിസ്ഡ്, അല്ലെങ്കിൽ 0.075 mm താഴെ ഉള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് അനാലിസ് ചെയ്യുന്നത്. ഈ അനാലിസിസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. ഓക്കെ, പെർമിയബിലിറ്റി ഡാർസീസ് ലോ ആണ് ഈ സെഡിമെൻറ്റേഷൻ പറയുന്നത്. സ്റ്റോക്ക് ലോ ആണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഫോർമുല എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടോ? ഓർക്കണം, ഇത് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ തിയറി ഓഫ് സെഡിമെൻറ്റേഷനിൽ നമ്മൾ പഠിച്ചു കാണും. ടെർമിനൽ വെലാസിറ്റി, പാർട്ടിക്കിളിൻ്റെ വെലാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോർമുല അവിടെയും സ്റ്റോക്സ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. V is equal to d square divided by 18 into gamma s minus gamma w divided by eta ആണ്. ഓക്കെ, ഇപ്പോൾ D എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ, ഗാമ എസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്, ഗാമ W യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് സോയിൽ ആണ്. ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഈ സ്റ്റോക്സ് ലോ ഏത് പാർട്ടിക്കിളിനാണ് വാലിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് പാർട്ടിക്കിൾ സൈസ്. ഇതെല്ലാം ഒറ്റ പാർട്ടിക്കിൾ സൈസാണ്, ഡിഫറെൻറ്റ് യൂണിറ്റ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സ്റ്റോക്സ് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ ദ പാർട്ടിക്കിൾ റേഞ്ചിങ് ഫ്രം 0.2 mm to 0.0002 mm. Okay, or you can write it as 0.2 to 2 into 10 raised to minus 4 mm ആണ്, or you can write it as 0.2 mm to 0.2 micrometer ആണ്. ഓക്കെ, ഇതാണ് പാർട്ടിക്കിൾ സൈസ്. ഇതെല്ലാം ഒരു പാർട്ടിക്കിൾ സൈസാണ്, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ സൈസ് അല്ല, ഡിഫറെൻറ്റ് യൂണിറ്റിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഇതാണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ലിമിറ്റ് turbulence affect the settlement for the particles larger than 0.2 mm. ഇപ്പോൾ 0.3 മീറ്റർ ആണെങ്കിൽ ആ വെള്ളത്തിനകത്ത് 0.3 മീറ്റർ 0.4 മീറ്റർ അങ്ങനെ പാർട്ടിക്കിൾ സൈസ് ഉണ്ടെങ്കിൽ ടർബുലൻസ് അഫക്റ്റ് ആകും. ഇൻ കേസ് ലോവർ മീറ്റർ, ഇതിനെക്കാട്ടിലും ലോവർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അഫക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ, സെറ്റിൽമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സെഡിമെൻറ്റേഷൻ ഇൻ അനാലിസിസ് ഇറ്റ്സ് ഓൺലി ഫോർ ദ സിൽറ്റ് ആൻഡ് ക്ലേ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 75 മൈക്രോൺ സൈസിന് താഴോട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. ആ സ്റ്റോക്സ് ലോ എന്തുവാ, അതിൻ്റെ പാർട്ടിക്കിൾ റേഞ്ച്. സ്റ്റോക്സ് ലോ ഇസ് വാലിഡ് ഓൺലി ഫോർ ദ പാർട്ടിക്കിൾ സൈസ് റേഞ്ചിങ് ഫ്രം 0.2 mm to 0.0002 mm, അല്ലെങ്കിൽ 0.2 മൈക്രോൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത് ഇതൊരു കമ്പാരിസൺ ആണ്. സെഡിമെൻറ്റേഷൻ അനാലിസിസിൽ ഹൈഡ്രോമീറ്റർ ടെസ്റ്റ്, പിപ്പറ്റ് ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിനുള്ള ഒരു കമ്പാരിസൺ ആണ്. ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ലോവർ പ്രെസിഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ ടെസ്റ്റാണ്, ഹയർ പ്രെസിഷൻ എന്ന് പറഞ്ഞാൽ പിപ്പറ്റ് മെത്തേഡാണ്. അക്യുറസി ഓക്കെ, ഇത് ലോവർ ആണ്, ഇത് ഹൈലി അക്യുറേറ്റ് ആണ്. അപ്പോൾ ഇത് ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് തന്നെ ചെയ്യാം. പക്ഷേ പിപ്പറ്റ് മെത്തേഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓക്കെ, ഹൈഡ്രോമീറ്റർ മെത്തേഡിനകത്ത് ഇറ്റ് മെഷേഴ്സ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ സസ്പെൻഷൻ അറ്റ് വേരിയസ് ടൈംസ്. ഓക്കെ, ഡയറക്ട്ലി എക്സ്ട്രാക്ട് ആൻഡ് വെയ്റ്റ്സ് ദ ഫിസിക്കൽ സോയിൽ. ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് ദ സോയിലാണ് കിട്ടുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ വർക്കിന് സൂട്ടബിൾ ആണ്. ഇത് സോയിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പിപ്പറ്റ് മെത്തേഡ്. ഓക്കെ, ഈ ഹൈഡ്രോമീറ്റർ മെത്തേഡിനകത്ത്
നമ്മൾ ഒരു ഡിസ്പേഴ്സിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അക്യുറേസി ഇതിനകത്ത് ഇല്ല. ഹൈഡ്രോമീറ്റർ ടെസ്റ്റിന് അക്യുറേസി ഇല്ല. ബട്ട് സിമ്പിൾ മെത്തേഡാണ്. ഈ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു ഡിസ്പേഴ്സിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിപ്പറ്റ് മെത്തേഡ് അക്യുറേറ്റ് മെത്തേഡാണ്, ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. സോയിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ പിപ്പറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഈ സോയിൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ USCS ക്ലാസിഫിക്കേഷനാണ്. USCS ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഓക്കെ, ഇതിനകത്ത് നേരത്തെ നമ്മൾ നോക്കിയില്ലേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആ പടം നോക്കിയില്ലേ, ആ പടത്ത് പോലെ തന്നെ ഇതിലെയും ഗ്രാവൽ 4.75 mm മേളിലുള്ളത് നമ്മൾ ഗ്രാവലിന് പറയും. 0.075 mm to 4.75 സാൻഡ് എന്ന് പറയും. സിൽറ്റ് 0.02 mm to 0.075 mm. സിൽറ്റ് ഈ പാർട്ടിക്കിളിന് കാട്ടിലും താഴോട്ടുള്ളത് ക്ലേ ആണ്. അപ്പോൾ ഓർക്കുന്നുണ്ടോ? ആ ഡയഗ്രാം ഓർക്കുന്നുണ്ടോ? ആ ഡയഗ്രാം പോലെ തന്നെ. ഓക്കെ, 4.75 മേളിലുള്ളത് ഗ്രാവൽ, 4.75 to 0.75 സാൻഡ്, 0.02 to 0.75 സിൽറ്റ്, ലെസ് ദാൻ 0.02 ക്ലേ ആണ്. ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സോയിൽ ക്ലാസിഫിക്കേഷനാണ്. അത് എന്ന് പറയുന്നത് ഇവരുടെ Atterberg's limit for the fine grain soils ആണ് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അപ്പോൾ ഇനി ഇതിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിക്വിഡ് ലിമിറ്റ് ലോ പ്ലാസ്റ്റിസിറ്റി ആണെങ്കിൽ ലെസ് ദാൻ 35%, ഹൈ പ്ലാസ്റ്റിസിറ്റി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 50%. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇത് ജനറലായിട്ട് ഉള്ളത്. അല്ലാതെ നമുക്ക് ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് പഠിക്കുമ്പോൾ വേറെ വാല്യൂ ആണ് അവർ തരുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നെയിമിംഗ് കൺവെൻഷൻ. എങ്ങനെയാണ് USCSലെ നെയിംസ് അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, സിമ്പിൾസ്, സോയിൽ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗ്രാവലിന് നമ്മൾ Gന് കൊടുക്കും, സാൻഡിന് Sന് കൊടുക്കും. പ്രത്യേകിച്ച് നോക്കേണ്ടത് സിൽറ്റാണ്. സിൽറ്റിന് S അല്ല M ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. നമ്മൾ സിൽറ്റിന് പറയുമ്പോൾ Sന് നമ്മൾ ടിക്ക് ചെയ്തിട്ട് വരും, പക്ഷേ സിൽറ്റിന് S അല്ല M ആണ്. ക്ലേന് C ആണ്, ഓർഗാനിക്കിന് O ആണ്, പീറ്റിന് PT ആണ്. സോയിൽ സിമ്പിൾസ്. ഇപ്പം ലിക്വിഡ് ലിമിറ്റ് സിമ്പിൾസിനകത്ത് ഹൈ ലിക്വിഡ് ലിമിറ്റിന് Hന് പറയും, ലോ ലിക്വിഡ് ലിമിറ്റിന് Lന് പറയും. ഓക്കെ, ഗ്രഡേഷൻ സിമ്പിൾസിൽ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ W, പ്യുവർലി ഗ്രേഡഡ് ആണെങ്കിൽ Pന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ അവിടെ നോക്കിയില്ലേ, അതാണ് ഇത്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ ഇതിന് പറയാം, SM. ഓക്കെ, SM എന്ന് പറഞ്ഞാൽ S സ്റ്റാൻഡ്സ് ഫോർ സാൻഡ്, M സ്റ്റാൻഡ്സ് ഫോർ സിൽറ്റ്. അതുകൊണ്ടാണ് സിൽറ്റി സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് സിമ്പിൾ ആണ് SM, ഗ്രൂപ്പ് നെയിം ആണ് സിൽറ്റി സാൻഡ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ഗ്രഡേഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, SW എന്ന് പറയുന്നത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ് SW. SC എന്ന് പറയുന്നത് ക്ലേയി സാൻഡ് ആണ്. CL എന്ന് പറയുന്നത് ലോ പ്ലാസ്റ്റിസിറ്റി ക്ലേ ആണ്. MH എന്ന് പറയുന്നത് ഹൈ പ്ലാസ്റ്റിക് സിൽറ്റ് ആണ്. M എന്ന് പറയുന്നത് സിൽറ്റ് അല്ലേ, ഹൈ പ്ലാസ്റ്റിക് സിൽറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ആദ്യം ഗ്രൂപ്പ് സിമ്പിൾ, ആ ഗ്രൂപ്പ് സിമ്പിളിനുള്ള നെയിമാണ് സിൽറ്റി സാൻഡ്, വെൽ ഗ്രേഡഡ് സാൻഡ്, ക്ലേയി സാൻഡ്, ലോ പ്ലാസ്റ്റിസിറ്റി ക്ലേ, ഹൈ പ്ലാസ്റ്റിക് ക്ലേ. അതിനുള്ള സിമ്പിളാണ് ഇത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് ഇത് ഒരു ചെറിയ ഡയഗ്രാം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഫ്ലോ ചാർട്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ നമ്മളെടുത്തു, അത് 200 mm നമ്മൾ സീവ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 50% പാസസ്നാണ് നമ്മൾ കോഴ്സ് ഗ്രെയിൻ സോയിൽ, അതായത് റീറ്റെയിൻ ആക്കുന്നത്. 200 mm സീവിന് മേലിലുള്ള പോർഷൻ കോഴ്സ് ഗ്രെയിൻ സോയിൽ, അതിലോടി പാസ് ചെയ്യുന്നത് ഫൈൻ ഗ്രെയിൻ സോയിൽ. ചുമ്മാ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കാണിച്ചതേ ഉള്ളൂ.
അല്ലെങ്കിൽ ഇതുപോലത്തെ ഡയഗ്രാം ഇങ്ങനെ ഓർത്തെടുത്താലും മതി. അപ്പോൾ ആദ്യം ഗ്രാവൽ ഗ്രേറ്റർ ദാൻ 4.75, ഇതിൽ പാസ് ചെയ്യുന്നത് സാൻഡാണ്. 0.075 mm പാസ് ചെയ്യുന്നത് സിൽറ്റ് ആൻഡ് ക്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡർ. 4.7 മേലെ റീറ്റെയിൻ ചെയ്യുന്നത് ഗ്രാവലാണ്. 0.075 to 4.75 mm ഉള്ളത് സാൻഡാണ്. ലെസ് ദാൻ 0.075 mm ഉള്ളത് സിൽറ്റ് ആൻഡ് ക്ലേ ആണ്. ക്ലേ എന്ന് പറയുമ്പോൾ 0.002 mm ആണ്. ഓക്കെ, നമ്പർ സീവ് നമ്പർ 4ഉം സീവ് നമ്പർ 200. ഓക്കെ, ഇനി അടുത്ത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൺസിസ്റ്റൻസി ഓഫ് സോയിൽ. ഈ കൺസിസ്റ്റൻസി ഓഫ് സോയിലിൽ എന്തുവാ? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് സോയിൽ വിച്ച് ഇസ് മാനിഫെസ്റ്റഡ് ബൈ ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, നമുക്ക് കൺസിസ്റ്റൻസി അറിയാമല്ലോ, എല്ലാവർക്കും മീനിങ് അറിയാം. കൺസിസ്റ്റൻസിനെ എന്തുവാ, എത്രമാത്രം അത് ഫ്ലോ ആകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ എങ്ങനെയായിരിക്കാം? സോഫ്റ്റ് ആയിരിക്കാം, മീഡിയം സ്റ്റിഫായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡായിരിക്കാം. ഓക്കെ, ഈ കൺസിസ്റ്റൻസി ഓഫ് ഫൈൻ ഗ്രെയിൻ സോയിൽ ഇസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ. ഓക്കെ, ഇത് വരുന്നത് ഏതിലെയാണ് വരുന്നത്? ഫൈൻ ഗ്രെയിൻ സോയിലാണ് വരുന്നത്. ഫൈൻ ഗ്രെയിൻ സോയിലാണ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ വാട്ടർ കണ്ടന്റ്. A gradual decrease in the water content of fine grained soil causes the soil to pass from a liquid state to plastic state, from plastic state to semi-solid state, and finally to the solid state. Okay, water content നിങ്ങൾ കൂടുന്നതും കുറയ്ക്കുന്നതും അനുസരിച്ച് അത് ഏത് സ്റ്റേറ്റിൽ ഉണ്ടോ ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ സാധ്യത ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ് മാറുന്നില്ലേ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അട്ടർബർഗ്സ് ലിമിറ്റ് നമ്മൾ പഠിക്കുന്നത്. Okay, the water content that corresponds to these changes of state are called Atterberg's limit. അപ്പോൾ ഇനി ആ ലിമിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇതുവരെ നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത അട്ടർബർഗ്സ് ലിമിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തുവാണെന്ന് വെച്ചാൽ, it's a most important characteristics used to describe the behavior of fine grained soils. ക്ലേയും സിൽറ്റിനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ബിഹേവിയർ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് അട്ടർബർഗ്സ് ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൗ ദ സോയിൽ ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് ആസ് ദ മോയ്സ്ചർ കണ്ടന്റ് വേരീസ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആ സോയിൽ എങ്ങനെയാണ് അതിന് മാറ്റം കൊടുക്കുന്നത്, ചേഞ്ച് ആകുന്നതെന്നുള്ളത് നമുക്കത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മാവെടുക്കത്തില്ലേ? ആ മാവിനകത്ത് ഇച്ചിരി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ച് അത് ഫൈനലി ഒരു ക്ലേ പോലെ ഉരുണ്ടയാക്കി വരുന്നില്ലേ? ആ പ്രോസസ്സ്, ആ ചേഞ്ചിങ് പ്രോസസ്സ്, ചെറുതായിട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് മാറി ഓരോരോ സ്റ്റേറ്റിൽ മാറുന്നില്ലേ? അതാണ് അട്ടർബർഗ്സ് ലിമിറ്റ്. മനസ്സിലായി? ഇതുപോലെ നിങ്ങൾ ക്ലേയോ സിൽറ്റിനോ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3 ലിമിറ്റ് ഉണ്ട്. ഒന്ന് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്. ഈ 3 ലിമിറ്റാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ ലിമിറ്റിന് മുൻപ് നമ്മൾ സ്റ്റേജസ് ഓഫ് കൺസിസ്റ്റൻസി, ഒരു 4 സ്റ്റേജ് ഉണ്ട്. സോളിഡ് സ്റ്റേജ് ഉണ്ട്, സെമി സോളിഡ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഇതാണ് ഡയഗ്രാം. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലേന്ത് വാട്ടർ കണ്ടന്റ് നമ്മൾ കൂട്ടുമ്പോൾ, ഓക്കെ, ഇത് കൂട്ടുമ്പോൾ വാട്ടർ കണ്ടന്റ് ചെറുതായിട്ട് നമ്മൾ കൂട്ടുമ്പോൾ സോളിഡ് സ്റ്റേറ്റിലേന്ത് സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെയും നമ്മൾ വാട്ടർ ആഡ് ചെയ്യുവാണെങ്കിൽ സെമി സോളിഡിലേന്ത് പ്ലാസ്റ്റിക്കിലോട്ട് പോകും. പിന്നെയും വാട്ടർ നമ്മൾ കൂട്ടുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിലേന്ത് ലിക്വിഡിലോട്ട് പോകും. ഓക്കെ, ആ സ്റ്റേജ്, ഈ ഒരു പോയിന്റ് വരുന്നില്ലേ, ഈ പോയിന്റ് ഇതുവരെ നമ്മൾ ആദ്യം തൊട്ട് വാട്ടർ ഇങ്ങനെ ചെറുതായിട്ട് ആഡ് ചെയ്യുക. ഒരു പോയിന്റിലെയാണ് ആ വാട്ടർ ഇവിടെ നിന്ന് സോളിഡിലേന്ത് ഒരു സെമി സോളിഡിലോട്ട് പോകുന്നത്. ഓക്കെ, സോളിഡ് എന്ന് വെച്ചാൽ ഇറുക്കി പിടിച്ച് ഹാർഡായിട്ട് ഇരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ അത് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. ഓക്കെ, ആ പോയിന്റാണ് ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെമി സോളിഡിലേന്ത് പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോകുന്നതാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ലിമിറ്റിലേന്ത് വെള്ളം പോലെ ഒഴുകത്തില്ലേ, ഫ്ലോ ആകത്തില്ലേ, ആ പോയിന്റാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഹാർഡായിരിക്കും. ഓക്കെ, വെറി ഡ്രൈ ആൻഡ് ഹാർഡായിരിക്കും, മിനിമൽ വോളിയം ചേഞ്ചേ ഉണ്ടാവത്തുള്ളൂ. സെമി സോളിഡിനകത്ത് സോളിഡ് തന്നെയാണ്,
but starts to shrink as water is lost above the shrinkage limit. Okay, അടുത്ത പ്ലാസ്റ്റിക് സ്റ്റേറ്റിനകത്ത് can be molded without breaking. വിത്തൗട്ട് ബ്രേക്കിങ്ങിൽ അത് നമുക്ക് ഇങ്ങനെ ഉരുട്ടാൻ പറ്റും, ഒരു ത്രെഡ് പോലെ ആക്കാൻ പറ്റും. അതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ലിക്വിഡ് ലിമിറ്റിൽ ഫ്ലോസ് ലൈക്ക് എ തിക്ക് ലിക്വിഡ്. ഓക്കെ, ഇനി അടുത്ത് അറ്റർബർഗ്സ് ലിമിറ്റിൽ ഈ 3 ലിമിറ്റ് നമ്മൾ നോക്കി. ആ ലിമിറ്റ് എന്തൊക്കെയാണ്? ഷ്രിങ്കേജ് ലിമിറ്റ് SL ആണ്. ഇത് എന്തുവാ? ലോവർ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ്. Reduction in water content beyond this point does not cause any reduction in the total volume of the soil mass. Soil changes from the solid state to semi-solid state. അടുത്തുള്ളത് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. മിനിമം വാട്ടർ കണ്ടന്റ് at which the change in shape of the soil is accompanied by the visible cracks. Soil changes from the semi-solid to plastic state. ഇത് already നമ്മൾ കണ്ടതാണ്. ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, in lab it is determined as the water content at which the soil will just begin to crumble when rolled into 3 mm threads. അപ്പം നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി 3 mm വരെ ഇങ്ങനെ ചെയ്തില്ലേ, അപ്പം ആ സ്റ്റേറ്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റിന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റിൽ എന്തുവാ? പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് ലിമിറ്റിലോട്ട് മാറുന്നത്. സോയിൽ ചേഞ്ചസ് ഫ്രം പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. പിന്നെ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ടെൻസ് ടു ഫ്ലോ ആസ് എ ലിക്വിഡ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താകും? ലിക്വിഡ് പോലെ അത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും ആ സാമ്പിൾ. ലാബിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ആസ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് എ പാർട്ട് ഓഫ് എ സോയിൽ നമുക്ക് അതിന് ഒരു സർട്ടൻ ഡയമെൻഷൻസിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ബൈ എ ഗ്രൂപ്പ് ഓഫ് സർട്ടൻ ഡയമെൻഷൻസ് which flow together for a distance of 12 mm under the impact of 25 blows. The drop of the cup used for the test is 10 mm. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ, അതായത് ഇതിനെ പേരെന്തുവാ? ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ടൂൾ എന്തുവാ? കാസഗ്രൻഡി ടൂൾ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത്. മനസ്സിലായോ? 3 mm റോള്, ഇത് ആ കട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ, അതാണ് ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, ശ്രിങ്കേജ് ലിമിറ്റിൽ ഈ ബിയോണ്ട് ദിസ് പോയിന്റ് എത്രത്തോളം നമ്മൾ വാട്ടർ ആഡ് ചെയ്താലും ആ മാസിൽ, സോളിഡിൻ്റെ മാസിനകത്ത് വളരെ ചെറുതായിട്ടേ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ശ്രിങ്കേജ് ലിമിറ്റ്. ഓക്കെ, ഇനി അടുത്ത പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് IP എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, IP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IP ഈസ് ഈക്വൽ ടു WL മൈനസ് WP. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആണെങ്കിൽ നോൺ പ്ലാസ്റ്റിക് ആണ്. ഇത് ഗ്രാവൽ സാൻഡിന് മാത്രമേ വരത്തുള്ളൂ. ഇത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടാ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഫോർ സാൻഡ് ആൻഡ് ഗ്രാവൽ 0, ബിക്കോസ് നോൺ പ്ലാസ്റ്റിക് ആണ്. അതിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും ഒരു പ്രയോജനം ഇല്ല അതിനകത്ത്, അല്ലേ? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ഫോർ സാൻഡ് ആൻഡ് ഗ്രാവൽസ്. പക്ഷേ ക്ലേ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹൈ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഫോർ ദ കോഹിസീവ് സോയിൽ ഇസ് ഗ്രേറ്റർ. കോഹിഷൻലെസ് സോയിലിന് 0 ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. കൊഹീസീവ് സോയിലിന് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എത്രയായിരിക്കും ഒരു 4 വാല്യൂ തന്നിട്ട് നിങ്ങൾ എടുക്കാൻ പറയും. ഓക്കെ, കൊഹിഷൻലെസ് സോയിലിന് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പ്ലാസ്റ്റിക് ഇൻ നേച്ചർ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന് ഒരു ഡയഗ്രാം ഉണ്ട്. അതായത് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആദ്യം അവർ കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ കാസഗ്രൻഡി ആണ്. അവരാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് സോയിൽസിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, എ മെത്തേഡ് ടു ക്ലാസിഫൈ സോയിൽസ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി വാസ് സജസ്റ്റഡ് ബൈ ദ കാസഗ്രൻഡെ ഇൻ ദ ഫോം ഓഫ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. ഓക്കെ, the plasticity index of a soil is a measure of amount of clay in the soil. അല്ലെങ്കിൽ ഫൈനസ് ഓഫ് പാർട്ടിക്കിൾസിന് ഒരു മെഷർമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, soil with a high plasticity index are called plastic soils and they behave as a plastic material for a large range of water contents. ക്ലിയർ സാൻഡ് നോൺ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നേരത്തെ നമ്മളത് കണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 0.75 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 ആണ്. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. ലൈൻ അല്ലെങ്കിൽ കാസഗ്രൻഡെ
A line equation നാലും IP is equal to 0.75 into WL minus 20 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ സീൻ എല്ലിന് തന്നിട്ടുണ്ട്, CI തന്നിട്ടുണ്ട്, OI OH OLന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി ഒരു സിമ്പിൾസ് നമ്മൾ പഠിച്ചില്ലേ, അതാണ് C for clay, M for silt, O for organic, L for low compressibility, I for medium compressibility, I for high compressibility. Okay, this equation ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എംപിറിക്കൽ ഫോർമുല used to differentiate between inorganic clays and inorganic slit. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഈ ഇക്വേഷൻ A ലൈൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഈ പടം നോക്കിക്കേ, ഈ പടത്തിനകത്ത് എക്സ് ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റ് ആണ് ഉള്ളത്, വൈ ആക്സിസിനകത്ത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, രണ്ട് ലൈന്. ഇത് CL ലോ കംപ്രസബിലിറ്റി ക്ലേ, മീഡിയം കംപ്രസബിലിറ്റി ക്ലേ, ലോ കംപ്രസബിലിറ്റി സിൽറ്റ്, മീഡിയം കംപ്രസബിലിറ്റി സിൽറ്റ്, ഇങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പ്രത്യേകിച്ച് നോക്കേണ്ടത് എന്തുവാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 4 and 7. ഓക്കെ, ഈ 4 and 7 രണ്ട് സിമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ലൈൻ ഇങ്ങനെ കൊണ്ടുപോകാം. 4 and 7 വരുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ, ഓക്കെ, ഇഫ് ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ 4 and 7 നമുക്ക് എമ്മിനും റെപ്രസെൻറ്റ് ചെയ്യാം, സിനും റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ആ ഒരു പോയിന്റ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഈ 20 തൊട്ടേ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആണ്. അതായത് ലിക്വിഡ് ലിമിറ്റ് 20 ആണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആയിരിക്കും. ഓക്കെ, ഈ ഫോർമുലാനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 20 minus 20 0, 0 into 0.73, IP is equal to 0. ഓക്കെ, ലിക്വിഡ് ലിമിറ്റ് 20 തൊട്ട് അതിൻ്റെ മേളിലെയാണ് നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. ഈ ഒരു ചാർട്ടിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായോ? ഇത് അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ് കൺസിസ്റ്റൻസിന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഫോർമുല ആണ് പറയുന്നത് IC is equal to liquid limit minus W divided by plasticity index. ഓക്കെ, ratio of difference between the liquid limit and the natural water content to the plasticity index ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് വാല്യൂസ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 1. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. ലെസ് ദാൻ 0 ആണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. എങ്ങനെയാണ് ഈ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ലെസ് ദാൻ 0 എപ്പോഴാണ് വരുന്നത്? ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് എപ്പോഴാണ് വരുന്നത്? വാട്ടർ കണ്ടൻറ്റ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്, നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവിൽ വാല്യൂ വരുന്നത്. നാച്ചുറലി വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് ഒരു ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കണം. അല്ലാതെ നമ്മൾ പഠിച്ചു വയ്ക്കാൻ പാടില്ല. IC ലെസ് ദാൻ 0 ലിക്വിഡ് സ്റ്റേറ്റ്, IC ഗ്രേറ്റർ ദാൻ 1 സോളിഡ് സ്റ്റേറ്റ്. ഇങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല, അത് മറന്നു പോകും. ഓക്കെ, എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ IC ലെസ് ദാൻ 0 ഏതാണ് അവർ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ ഫോർമുല ഓർത്തെടുക്കണം. ഓക്കെ, ഈ ഫോർമുല എങ്ങനെ ഓർക്കണമെന്നുള്ളത് ഞാൻ അടുത്ത് പറയാം. ഈ ഫോർമുല നമുക്ക് ഇപ്പം മനസ്സിലുണ്ട്. ലെസ് ദാൻ 0 അല്ലേ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ലെസ് ദാൻ 0 വരുന്നത്? ഈ W വാല്യൂ കൂടുതലായിരിക്കുമ്പോൾ അല്ലേ? W എന്തുവാ? നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ്. നാച്ചുറലി അവിടെ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അങ്ങനെ ഓർക്കണം. ഓക്കെ, ഇതും ഒന്ന് ഓർത്ത് വയ്ക്കണം. ലിക്വിഡിറ്റി ഇൻഡെക്സ് IL, കൺസിസ്റ്റൻസി ഇൻഡെക്സ് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 1 വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ലിക്വിഡിറ്റി ഇൻഡെക്സ് നാ വന്നു. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്തുവാ? W മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ PI. രണ്ടിനും വ്യത്യാസമുണ്ട് കണ്ട. ലിക്വിഡ് ലിമിറ്റ് മൈനസ് W, ഇവിടെ W മൈനസ് ലിക്വിഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IL പ്ലസ് IC ഈസ് ഈക്വൽ ടു 1 ആണ്. IC 0 ആണെങ്കിൽ IL എന്തുവായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിന് 0 ആണ്, അവിടെ ലിക്വിഡ് സ്റ്റേറ്റിന് 1 ആയിരിക്കും. കണ്ട, ഇങ്ങനെ എളുപ്പത്തിൽ പഠിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസി സ്റ്റേറ്റ്, സ്റ്റിഫ്,
ഹാർഡ് ആണെങ്കിൽ IC is equal to greater than 1. അപ്പോൾ അപ്പോഴത്തേക്ക് അതിൽ ലെസ് ദാൻ ആയിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ കൺസിസ്റ്റൻസി ലെസ് ദാൻ 0, IL is greater than 1. ഇപ്പോൾ കമ്പാരിസൺ ടേബിൾ, അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഫോർമുല പഠിച്ചെടുക്കണമെന്ന് ഞാൻ പറയാൻ പോവുക. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നമുക്കറിയാം, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള കാര്യം അല്ലേ. ഇത് എളുപ്പമല്ലേ പഠിക്കാനുള്ളത്. അപ്പം ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അപ്പോൾ ആദ്യത്തെ ഫോർമുല കൺസിസ്റ്റൻസി ഇൻഡെക്സ് എങ്ങനെ ഓർത്തെടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിക്വിഡ് ലിമിറ്റ് വാട്ടർ കണ്ടൻറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റിന് വെച്ചോ. ഓക്കെ, ലിക്വിഡ് ലിമിറ്റ് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഈ W നടുക്ക് ഒന്ന് എഴുതിക്കോ. ഓക്കെ, കൺസിസ്റ്റൻസി ഇൻഡെക്സ് IC ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈ ആദ്യത്തെ രണ്ട് മാത്രം എടുക്കുക, ലിക്വിഡ് ലിമിറ്റ് മൈനസ് വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. ABCയിൽ C കളഞ്ഞിട്ടല്ലേ L വരത്തുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് മാത്രം എടുത്താൽ മതി, ലിക്വിഡ് ലിമിറ്റ് മൈനസ് വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, അടുത്ത് വരുന്നത് ലിക്വിഡിറ്റി ഇൻഡെക്സ് IL ആണ്. അടുത്ത എന്ത് ചെയ്യണം, ഇത് രണ്ടാമത്തതാണ് വരുന്നത്. അതുകൊണ്ട് W മൈനസ് PL, W മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതിനനുസരിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, കോഹസീവ് സോയിലിന് എന്തൊക്കെയാണ് വാല്യൂസ് ഇരിക്കും, കൊഷൻലെസ് സോയിലിന് എന്തൊക്കെയാണ് വാല്യൂസ് ഇരിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കൊഹസീവ് സോയിൽ എന്ന് പറയുമ്പോൾ ക്ലേ ആൻഡ് സിൽറ്റ് ആണ്, ദാറ്റ് ഈസ് യുവർ ഫൈൻ ഗ്രെയിൻ സോയിൽ. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആയിരിക്കും, ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 17. IC കൺസിസ്റ്റൻസി ഇൻഡെക്സ് IC ഈസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് അതിനകത്ത് കുറവല്ലേ. ഓക്കെ, അതുകൊണ്ട് IC ഈസ് ഗ്രേറ്റർ ദാൻ 1, സ്റ്റിഫ് കണ്ടീഷനാണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 0.1. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാലല്ലേ നമുക്ക് 1 വരത്തുള്ളൂ. ഇവിടെ 1 വന്നു, അപ്പോൾ ഇതിവിടെ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓർക്കണം. കോഹസീവ് സോയിൽ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 17, കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1, ലിക്വിഡിറ്റി ഇൻഡെക്സ് ഇസ് ലെസ് ദാൻ 0. ഓക്കെ, ലിക്വിഡ് ലിമിറ്റ് കൂടുതൽ വേണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേருந்து ലിക്വിഡ് സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ വാട്ടർ നമുക്ക് ഇടേണ്ടി വരും. പ്ലാസ്റ്റിക്സ് ലിമിറ്റ് 15 to 35%. ഓക്കെ, പിന്നെ കൊഹീഷൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ ഗ്രാവൽ ആൻഡ് സാൻഡ് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പ്ലാസ്റ്റിക്. ലിക്വിഡ് ലിമിറ്റ് ഇസ് ലെസ് ദാൻ 25%. അതോടെ സ്റ്റേറ്റ് അത് മാറും. ഓക്കെ, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേருந்து ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറി. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതൊന്ന് അവസാനം പഠിച്ചു വയ്ക്കുക. അടുത്ത ടോപ്പിക്ക് ഫ്ലോ ഇൻഡെക്സ് ആണ്. ഈ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് ആണ്. അപ്പം ഈ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ലിക്വിഡ് ലിമിറ്റ് നമ്മൾ പഠിച്ചില്ലേ, ആ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് വെച്ചിട്ടാണ് ലിക്വിഡ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാസാഗ്രാൻഡെ മെത്തേഡും കോൺ പെനിട്രോമീറ്റർ മെത്തേഡും. ഈ കാസാഗ്രാൻഡെ മെത്തേഡിൽ നമ്മൾ ഒരു കാസാഗ്രാൻഡെ കപ്പ് യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യത്തില്ലേ, അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ റീഡിങ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് വാട്ടർ കണ്ടൻറ്റ് Y ആക്സിസിലാണ് എടുക്കുന്നത്, നമ്പർ ഓഫ് ബ്ലോസ് X ആക്സിസിലാണ് എടുക്കുന്നത്. ഇത് ലോഗ് സ്കെയിലാണ്, ഇത് നോർമൽ സ്കെയിലാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഈ ഫ്ലോ കർവിൻ്റെ സ്ലോപ്പാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, IF is equal to W1 minus W2 divided by log of N2 divided by N1. ഓക്കെ, അപ്പം ഇതിന് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ടഫ്നെസ് ഇൻഡെക്സ് ആണ്. ഈ ഫ്ലോ ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ടഫ്നെസ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫ്ലോ ഇൻഡെക്സ്. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു ദ ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ്. ചിലപ്പം ഫ്ലോ ഇൻഡെക്സ് എന്താണെന്ന് ചോദിക്കാം. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ടഫ്നെസ് ഇൻഡെക്സിന് എഴുതണം, അല്ലെങ്കിൽ ടഫ്നെസ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫ്ലോ ഇൻഡെക്സ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ദ ഫ്ലോ ഇൻഡെക്സ്. ഓക്കെ, പിന്നെ ഉള്ളത് ആക്ടിവിറ്റി ഓഫ് ക്ലേ ആണ്. ആക്ടിവിറ്റി ഓഫ് ക്ലേ എന്ന് പറയുന്നത് the presence of even small amount of clay particles can be found out with the help of activity ratio.
ഈ ആക്ടിവിറ്റി റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ക്ലേ ഫ്രാക്ഷൻ. ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ആക്ടിവിറ്റി ഓഫ് ക്ലേ കണ്ടുപിടിക്കാം. അതായത് amount of clay particles, even small amount നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. അടുത്തുള്ളത് shrinkage index ആണ്. shrinkage index എന്ന് പറയുന്നത് plastic limit minus shrinkage limit. plasticity index നമ്മൾ പഠിച്ചു. plasticity index IP is equal to liquid limit minus plastic limit എന്ന് പഠിച്ചു. അതുപോലെ തന്നെ plastic limit minus shrinkage limit ആണ് shrinkage index. Okay, shrinkage ratio എന്ന് പറയുന്നത് the ratio of a given volume change to the change in water content above the shrinkage limit ആണ് shrinkage ratio. Okay, change in volume expressed as a percentage of dry volume to the change in water content above the shrinkage limit ആണ് shrinkage ratio. Okay, volumetric shrinkage എന്ന് പറയുന്നത് decrease in volume. Okay, decrease in volume when the moisture content is decreased from the given percentage to shrinkage limit. അപ്പോൾ shrinkage ലിമിറ്റിന് മേലെ ഉള്ള ആ റേഷ്യോനെ നമ്മൾ shrinkage ratio എന്ന് പറയുന്നത്. shrinkage ലിമിറ്റ് കുറയ്ക്കുമ്പോൾ നോർമലി ഉള്ള വാട്ടർ കണ്ടൻറ്റ് shrinkage ലിമിറ്റ് കുറയ്ക്കുമ്പോൾ ആ ഡിക്രീസ് ഇൻ വോളിയൂം ആണ് വോളിമെട്രിക് shrinkage എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ shrinkage എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ദ ഒറിജിനൽ ലെങ്ത് when the water content is reduced to shrinkage limit. ഓക്കെ, അടുത്തുള്ളത് സെൻസിറ്റിവിറ്റി ഓഫ് ക്ലേ ആണ്. സെൻസിറ്റിവിറ്റി ഓഫ് ക്ലേ ഇതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എന്തുവാണെന്ന് വെച്ചാൽ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ റീമോൾഡഡ് സ്റ്റേറ്റ്. വാട്ടർ കണ്ടൻറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നാച്ചുറലി എത്രയാ, റീമോൾഡഡ് ചെയ്തിട്ട് എത്രയാണുള്ള അതിൻ്റെ റേഷ്യോ ആണ് സെൻസിറ്റിവിറ്റി ഓഫ് ക്ലേ എന്ന് പറയുന്നത്. ഓക്കെ, തിക്സോട്രോപ്പി ഓഫ് ക്ലേ. തിക്സോട്രോപ്പി ഓഫ് ക്ലേ എന്ന് പറയുന്നത് റീമോൾഡ് ചെയ്യുമ്പോൾ ക്ലേ മെറ്റീരിയൽസ് അതിൻ്റെ സ്ട്രെങ്ത് അത് ലൂസ് ചെയ്യും. ഓക്കെ, അത് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്ലേൻ്റെ പ്രോപ്പർട്ടി എന്തുവാണെന്ന് വെച്ചാൽ അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റും. കുറച്ച് ചെറിയ ടൈം ആകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് അതിന് നോർമലി ഉള്ളതിൽ അത്രയും വരാൻ പറ്റത്തില്ല, പക്ഷേ എനിവേ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത്. ആ ഫിനോമിന ആണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, clayey materials may lose some strength as a result of remolding. Okay, with the passage of time the strength increases though not back to the original value. ആദ്യം ഉണ്ടായിരുന്ന വാല്യൂന്ന് എത്താൻ പറ്റത്തില്ല, ബട്ട് എനിവേ ഇറ്റ് വിൽ ഗെയിൻ ഇറ്റ് സ്ട്രെങ്ത്. ആ ഫിനോമിന ഓഫ് സ്ട്രെങ്ത് ഗെയിൻ വിത്ത് നോ ചേഞ്ച് ഇൻ വോളിയൂം ഓർ വാട്ടർ കണ്ടൻറ്റ് ഇസ് കോൾഡ് തിക്സോട്രോപ്പി. ഓക്കെ, Dilactancy എന്ന് പറയുന്നത് വോളിയൂം ചേഞ്ച് അബ്സോർബ്ഡ് ഇൻ ദ ഗ്രാനുലാർ മെറ്റീരിയൽസ് ആൻഡ് ആർ സ്ലിറ്റ് വെൻ ദേ ആർ സബ്ജക്ട് ടു ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് നടക്കുമ്പോഴത്തേക്ക് വോളിയൂം ചേഞ്ച് ഇൻ വോളിയൂം ഇൻ സാൻഡ് ആൻഡ് സിൽറ്റിൽ ആ ഗ്രാനുലാർ മെറ്റീരിയൽ നടക്കുന്നതാണ് നമുക്ക് ഡൈലാക്ടൻസി എന്ന് പറയുന്നത്. അപ്പം ഇതിലുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. മെയ് 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇഫ് ദ പോറോസിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ ഇസ് 20%. പോറോസിറ്റി എന്ന് പറയുമ്പോൾ എന്തുവാ, ഒന്ന് ഓർത്തെടുത്തേ, എന്താ റെപ്രസെൻറ്റേഷൻ? എൻ ആണ്. വോയിഡ് റേഷ്യോ ഇ ആണ്. ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ. ഓക്കെ, നമ്മൾ ഇന്നൊന്ന് എന്താ ഓർത്തെടുക്കാൻ പറഞ്ഞത്? ഇ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എൻ ആണ്. ഓക്കെ, എൻ എപ്പോഴും ഈനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ എൻ 0.2 ആണ്. 0.2 ഡിവൈഡ് ബൈ 1 മൈനസ് 0.21 അല്ലേ? 0.2 ഡിവൈഡ് ബൈ 0.8 ആണ്. അപ്പോൾ 1/4 വരുന്നത്. 0.25 ആണ് ആൻസർ. ഓക്കെ, certain soil has the properties G തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്, WN തന്നിട്ടുണ്ട്. The degree of saturation of soil എന്തുവാ? E is equal to, നമ്മൾ ഫോർമുല എന്തുവാ? E is equal to WG/S. ഓക്കെ, W 20 0.2 തന്നിട്ടുണ്ട്, G 2.71 തന്നിട്ടുണ്ട്, S ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ S ഇങ്ങോട്ട് പോകുമ്പോൾ E താഴോട്ട് വരും. ഇയും അവർ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, ഇൻ ടേംസ് ഓഫ് N ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഫോർമുല അപ്ലൈ ചെയ്ത് E കണ്ടുപിടിക്കണം. E കണ്ടുപിടിച്ച് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, toughness index of the clayey soil is given by plasticity index divided by index flow.
ഓക്കെ, ഇപ്പോൾ പഠിച്ചില്ലേ നമ്മൾ ടഫ്നെസ് ഇൻഡെക്സ്, അതാണ് അത്. ഓക്കെ, ദ കൺസിസ്റ്റൻസി ഓഫ് സാച്ചുറേറ്റഡ് കോഹീസീവ് സോയിൽ ഇസ് അഫക്റ്റഡ് ബൈ ദ വാട്ടർ കണ്ടന്റ്. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ദ എ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0.73 ഇൻറ്റു WL-20 ആണ്. ഇങ്ങനെയാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ വാല്യൂസ് ഒക്കെ അവർ ഇട്ട് തരും. പക്ഷേ ലിക്വിഡ് ലിമിറ്റ് -20 തൊട്ടേ അത് തുടങ്ങത്തുള്ളൂ. ഓക്കെ, D ഒന്നുമില്ല, 10 ഒന്നുമില്ല, ഇവിടെ 20 ഉണ്ട്, പക്ഷേ 0.73 ഉണ്ട്. ഓക്കെ, IP ഈസ് ഈക്വൽ ടു 0.73 ഇൻറ്റു WL-20 ആണ്. ഓക്കെ, പിന്നെ എ ഫൈൻ ഗ്രെയിൻ സോയിൽ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ഓഫ് 60 ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് 20. As per the plasticity chart, according to IS classification, the soil is represented by the symbols. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. എ ഫൈൻ ഗ്രെയിൻ സോയിൽ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ഓഫ് 60, പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് 20. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്തുമായിരിക്കും? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പോൾ 60 - 20 40 ആണ്. ഓക്കെ, 40 ആണ് ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 17 ആണ്. ഹൈ പ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ H ആണ് വരുന്നത് ആൻസർ. അപ്പോൾ ബാക്കി ഹൈ പ്ലാസ്റ്റിസിറ്റി അല്ലേ, അതുകൊണ്ട് H ഉള്ള ആൻസർ അങ്ങനെ ടിക്ക് ചെയ്യുക. ഇത് ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത് ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കുമ്പോൾ ഇത് വരും. ഇനി അടുത്ത് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എന്താ, പിന്നെയും അതേ വന്നു. എ സോയിൽ സാമ്പിൾ ഹാസ് എ വോയിഡ് റേഷ്യോ ഓഫ് 0.5. E ഈസ് ഈക്വൽ ടു 0.5. പോറോസിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ E ഈസ് ഈക്വൽ ടു N ഡിവൈഡഡ് ബൈ 1 - N ഒരു ഫോർമുല ഉണ്ട്. പിന്നെ N ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ 1 + E ഒരു ഫോർമുല ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതാ തന്നിരിക്കുന്നത്? E ആണ് തന്നിരിക്കുന്നത്, N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഫോർമുല അല്ല, ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് ദ വോയിഡ് റേഷ്യോ അറ്റ് ദ ഡെൻസസ്റ്റ് E മിനിമം and the loosest E maximum and the natural state of a sand deposit are this much. The relative density. അപ്പോൾ അവർ തന്നെ E minimum E maximum അവർ ഇൻ ടേംസിൽ തന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, കൺഫ്യൂസ് ആക്കണ്ട. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. E max - E ഡിവൈഡഡ് ബൈ E max - E minimum. ഡയറക്റ്റ്ലി ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണേ. ഓക്കെ, അടുത്ത് ദ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ശ്രിങ്കേജ് ലിമിറ്റ് ഓഫ് എ കോഹീസീവ് സോയിൽ സാറ്റിസ്ഫൈ. കോഹീസീവ് സോയിലിൽ ലിക്വിഡ് ലിമിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ്, ഗ്രേറ്റർ ദാൻ ശ്രിങ്കേജ് ലിമിറ്റ്. ഓക്കെ, ഇനി അടുത്ത് ഹൈഡ്രോമീറ്റർ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് നമ്മൾ ആ ടാബ്ലർ കോളമിൽ നോക്കിയില്ലേ? ഹൈഡ്രോമീറ്ററിൽ 2 മെത്തേഡ്, സെഡിമെൻറ്റേഷൻ അനാലിസിസിൽ ഹൈഡ്രോമീറ്റർ, പിപ്പറ്റ് മെത്തേഡ്. അപ്പോൾ ഹൈഡ്രോമീറ്ററിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇത്. ഇനി അടുത്ത് ജാനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ദ വോയിഡ് റേഷ്യോ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ ആർ 0.675 ആൻഡ് 2.275. വോയിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ E തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി G തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കറസ്പോണ്ടിങ് ടു ദ വാട്ടർ കണ്ടന്റ് ഓഫ് 20%. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S കാൽക്കുലേറ്റ് ചെയ്യണം, W തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല എന്തുവാ? E ഈസ് ഈക്വൽ ടു WG/S. W 0.2, G 2.72 ഡിവൈഡഡ് ബൈ E. S ഇങ്ങോട്ട് പോകും, E താഴോട്ട് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 0.65 ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കണോ? ഓക്കെ, ദ റേഷ്യോ ഓഫ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ to that of a remolded sample at the same water content is sensitivity. നമ്മൾ നോക്കിയില്ലേ? QU undisturbed divided by QU remolded. നമ്മൾ ആ ഫോർമുല നോക്കിയില്ലേ? അതാണിത്. ഓക്കെ, എന്താ പിന്നെയും ആ സെയിം ക്വസ്റ്റ്യൻ. ടഫ്നെസ് ഇൻഡെക്സ് is defined as plasticity index to flow index. ഓക്കെ, porosity and void ratio are related. Porosity and void ratio related. 4 ഫോർമുല തന്നിട്ടുണ്ട്. അപ്പം N-ഉം E-യും സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെ 1 - E എന്ന് തന്നിട്ടുണ്ട്. 1 + E ആണെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പം ഇത് എന്തായാലും ഇല്ല, ഇത് എന്തായാലും ഇല്ല. ഇത് രണ്ടിനുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് E വന്നാൽ E ഡിവൈഡ് ബൈ 1 + E. E ഒറ്റയ്ക്ക് വരത്തില്ല, കൂട്ടത്തോടെ വരത്തുള്ളൂ. അപ്പോൾ 1 + E ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതില്ല, ഇതാണ്.
അത് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിൾ ആണ് അത്. ഓക്കെ, E is equal to n divided by 1 minus n. Okay, for a fully saturated soil sample, the degree of saturation is 1 nan. Okay, most accurate method for the determination of water content method is oven drying method. Okay, this lab method കൂടി ഉണ്ട്. Okay, അടുത്തത് May 2024 question paperൽ the void ratio of the soil sample. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഫോർമുല ഒന്ന് നല്ലോണം പഠിച്ചു വയ്ക്കണം. ഓക്കെ, the void ratio of a sample is 0.25. what will be the porosity? n ആണ് കണ്ടുപിടിക്കേണ്ടത്. n ന്റെ ഫോർമുല എന്തുവാ? E divided by 1 plus e. അത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, the bulk unit weight is 20 kilonewton per meter cube and the water content is 25%. what will be the dry unit weight? അപ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഗാമ ഡി. ഞാൻ ഈ ഒരു ഫോർമുല ഓർത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഗാമ ഇസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു. അപ്പോൾ നമുക്ക് ഗാമ ബൾക്ക് തന്നിട്ടുണ്ട്, ഗാമ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഡബ്ല്യു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗാമ ഡി കിട്ടും. ഓക്കെ, സൈസ് ഓഫ് ദ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ വിൽ ബി ലെസ് ദാൻ 0.075 mm. ഓക്കെ, അടുത്തത് if the maximum and minimum and field void ratios are 0.6, 0.4 and 0.5 respectively, what will be the relative density? ഇതിനകത്ത് ഡെൻസസ്റ്റ് ലൂസസ്റ്റ് അങ്ങനെ ഇതും അവർ നമ്മളെ കൺഫ്യൂസ് ആക്കിയിട്ടില്ല. ഡയറക്റ്റ്ലി അവർ തന്നിട്ടുണ്ട് മാക്സിമം വോയിഡ് റേഷ്യോ ഇ മാക്സ് ഇസ് ഈക്വൽ ടു 0.6, മിനിമം വാട്ടർ റേഷ്യോ 0.4, നാച്ചുറൽ വാട്ടർ റേഷ്യോ ഇ 0.5. അപ്പോൾ 0.6 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 0.6 മൈനസ് 0.4 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നമ്പർ 2024 ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് വോളിയൂം ഓഫ് വോയിഡ്സ് ടു ദ വോളിയൂം ഓഫ് സോയിൽസ്. അപ്പോൾ ആ പടം നമുക്കിപ്പോൾ ഓർമ്മ വരണം. ഓക്കെ, ആ ഒരു പടം നമ്മൾ നോക്കിയില്ലേ? സോയിൽസ്, അതിൻ്റെ മേലെ വാട്ടർ, അതിൻ്റെ മേലെ എയർ ആണ്. 3 phase ഡയഗ്രാം. അപ്പോൾ ഇത് രണ്ടുമാണ് വോളിയൂം ഓഫ് വോയിഡ്സിന് നമ്മൾ പറയുന്നത്, ഇത് വോളിയൂം ഓഫ് സോയിൽസിന് നമ്മൾ പറയുന്നത്. ഇത് മൊത്തത്തിന് നമ്മൾ വോളിയൂം ഓഫ് ടോട്ടൽ വോളിയൂം എന്നാണ് പറയുന്നത്. ഓക്കെ, വി ടി അല്ലെങ്കിൽ വി. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? വോളിയൂം ഓഫ് വോയിഡ്സ് ടു ദ വോളിയൂം ഓഫ് സോയിൽസ്. വോളിയൂം ഓഫ് വോയിഡ്സ് ടു ദ വോളിയൂം ഓഫ് സോയിൽസ് എന്ന് പറയുമ്പോൾ വോയിഡ് റേഷ്യോ. ഓക്കെ, പോറോസിറ്റി എന്തുവാ? വോളിയൂം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയൂം. ഓക്കെ, ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു ദ ഫ്ലോ ഇൻഡെക്സ് ഇസ് ടഫ്നെസ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് an arrangement composed of particles having edge to edge E. അപ്പോൾ F, E കളഞ്ഞിട്ട് F ആണ്. അപ്പോൾ edge to edge ആണെങ്കിൽ Flocculent. The void ratio at the densest, loosest and natural state are 0.2, 0.5 and 0.4. അപ്പോൾ നമ്മൾ ഇതിലെയാണ് നമ്മൾ ഇച്ചിരി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഡെൻസസ്റ്റിൽ നമുക്ക് ഈ മിനിമം ആണ് വരുന്നത്. ഓക്കെ, ലൂസസ്റ്റിൽ ഈ മാക്സിമം ആണ് വരുന്നത്, നാച്ചുറൽ സ്റ്റേറ്റിൽ ഈ ആണ്. ഓക്കെ, നേരത്തെ ഉള്ള പ്രോബ്ലമിൽ അങ്ങനെ അവർ തന്നത് മാക്സിമം വോയിഡ് റേഷ്യോന്ന് ഡയറക്റ്റ്ലി അവർ തന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡെൻസസ്റ്റ് വോയിഡ് റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻസസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മിനിമം ആണ്, ലൂസസ്റ്റ് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ആണ്. അപ്പം നമ്പേഴ്സ് മാറി കിടക്കുക. അല്ലാതെ നിങ്ങൾ തന്നിരിക്കുന്നത് പോലെ ഇതാണ് മാക്സിമം, ഇത് മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് ചിന്തിച്ച് നമ്മൾക്ക് ചെയ്യണം. ഓക്കെ, ഡാസ് അപ്പാരറ്റസ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് ദ സോയിൽ. കസാഗ്രൻഡെ. ഓക്കെ, ലാക്രസ്ട്രീൻ സോയിൽ ആർ ദ സോയിൽസ് L. അപ്പോൾ ലേക്ക്. ഇൻ IS classification system the symbol used for the silt type of soil, S എന്ന് പറഞ്ഞാൽ നമ്മൾ S ഇടാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? M ആണ് എടുക്കേണ്ടത്. അത് ഒന്ന് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഗ്രാവലിന് G ആണ്, എസിന് സാൻഡ് ആണ്, PT-ന് പീറ്റ് ആണ്, ഓന് ഓർഗാനിക് ആണ്. പക്ഷേ സിൽറ്റ് ആണ് M. അതുകൊണ്ടാണ് നമുക്ക് അവർ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ സിൽറ്റിന് വെച്ചാൽ M ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ഇസ് 2 gram per cc. ഇഫ് ദ സാച്ചുറേഷൻ കോണ്ടന്റ് ഇസ് 50%, then its saturated density and submerged density would be.
അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സബ്മേർജ്ഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ സാച്ചുറേഷൻ മൈനസ് ഗാമ ഡബ്ല്യു. ഓക്കെ, സാച്ചുറേറ്റഡ് ഡെൻസിറ്റി മൈനസ് വാട്ടർ. ഇപ്പോൾ സാച്ചുറേറ്റഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഗാമ ഡി ഇൻറ്റു 1+W1. ഗാമ ഡി നമുക്ക് തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, അതിലെന്ത് ഗാമ സാച്ചുറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഗാമ ഡബ്ല്യു നമുക്കറിയാം 1 gram/cc. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ ഗാമ ഡാസ് എന്താണ് കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ സാമ്പിൾ ഇസ് 0.5. ഇറ്റ്സ് പോറോസിറ്റി ഇസ് എന്തുവാ ഫോർമുല അപ്ലൈ ചെയ്യുക. n is equal to E divided by 1+E ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഇതിലേ നമുക്ക് ഇത് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? E is always greater than n എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എന്തുവാ? 0.5 ആണ്. പോറോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പോറോസിറ്റി എന്തായാലും ഇതിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ ഇതില്ല, ഇതില്ല, ഇതില്ല. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. Okay, consistency is applied to cohesive soil is an indicator of shear strength. The ratio of the volume of water to the volume of total solids. Volume of water to the total solids, degree of saturation ആണ്. December 2025 question paper the ratio of volume of voids to the volume of solids is void ratio, VV divided by VS, void ratio. Toughness index is defined as the ratio of plasticity index to the flow index. Okay, the value of porosity of a soil sample in which the total volume of soil grains is equal to twice the total volume of voids would be equal to. ഇതിൽ അവർ പോറോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടുണ്ട്. എന്തുവാ? വോളിയം ഓഫ് സോയിൽസ് ഡബിൾ ആകുമ്പോൾ, അതായത് find the value of porosity in which volume of soil is equal to twice the volume of voids. അപ്പോൾ volume of soils is equal to twice the volume of voids ആണെങ്കിൽ what is the porosity value എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം. n is equal to VV divided by V എന്നറിയാം. ഓക്കെ, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തുവാ? വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോയിൽസ് അല്ലേ. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് 2V ആണ്. അപ്പോൾ VV ഡിവൈഡഡ് ബൈ VV പ്ലസ് 2VV. അപ്പോൾ VV ഡിവൈഡഡ് ബൈ 3VV എന്ന് കാണും. ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലെ VV ഉള്ളത് കൊണ്ട് വോളിയം ഓഫ് വോയിഡ്സ് ക്യാൻസൽ ആയി അവസാനം 1/3 എന്ന് വരും. അപ്പോൾ എന്തുവാ? 33.33. മനസ്സിലായോ? ഓക്കെ, soil has a liquid limit of 40%, plasticity index is 20%. what is the plastic limit എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് plasticity index is equal to liquid limit minus plastic limit. അപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ plasticity index is equal to liquid limit minus plastic limit. Plasticity index 20 is equal to 40 minus plastic limit. അപ്പോൾ അതിൽ നിന്ന് plastic limit കണ്ടുപിടിക്കണം. ഓക്കെ, the apparatus used to find the liquid limit is Casagrande. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഈ ആദ്യത്തെ ലൈനിലുള്ള പ്രോബ്ലം ഇത് മാത്രമേ, ഹെഡിങ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തടുത്ത ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇതുപോലെ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഒന്ന് പറയണേ.